നമസ്കാരം. നമ്മളിന്നിവിടെ എടുക്കുന്ന ക്ലാസ് എന്ന് വെച്ചാൽ പരീക്ഷ ഏതുമാകട്ടെ അതിൽ ഏറ്റവും പരമപ്രധാനമായിട്ട് ചില ചോദ്യങ്ങൾ വരും. നമ്മുടെ സമയം കളയുന്ന, നമുക്ക് ഉത്തരം ചിലപ്പോൾ കിട്ടുമോ കിട്ടില്ല എന്ന ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന, പലപ്പോഴും നമുക്ക് നെഗറ്റീവ് മാർക്ക് വരെ നേടിത്തരുന്ന കുറച്ച് മേഖലകളുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അനായാസമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ആ ഏരിയ എന്ന് പറയുന്നത്. ഈ ഏരിയകളെ പല പ്രമുഖ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളും ഹോട്ട് ടോപ്പിക്സ് എന്നാണ് പറയുന്നത്. ഹോട്ടിൻ്റെ അർത്ഥം നമുക്കറിയാം, ചൂടുള്ളതാണ് അല്ലേ. ചൂടുള്ളത് നമുക്ക് കഴിക്കാനായിട്ട് വളരെ എളുപ്പമാണ് അല്ലേ. ചൂടുള്ള ചായ, ചൂടുള്ള ഭക്ഷണം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, കഴിക്കും. അതാണ് കഴിക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷേ ഹോട്ട് എന്നത് ശരിയായ അർത്ഥത്തിൽ നമ്മൾ സമീപിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പൊള്ളും. അത് കയ്യും പൊള്ളും, വായും പൊള്ളും, നാക്കും പൊള്ളും, തൊടുന്ന സ്ഥലം ആസകലം പൊള്ളും. അതുകൊണ്ടാണ് ഇതിനെ ഹോട്ട് ടോപ്പിക് എന്ന് വിളിക്കുന്നത്. അതായത് കറക്റ്റ് പാകം നോക്കിയിട്ട് കഴിക്കേണ്ടുന്ന പാകത്തിനടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് മാർക്ക് ഷുവറാണ്. അത്തരത്തിലുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന വിവരാവകാശ നിയമം എന്ന് പറയുന്നൊരു ടോപ്പിക് അല്ലേ. വിവരാവകാശ നിയമം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പേരെന്താണ്? RTI അഥവാ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്നാണ് നമ്മളിതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു ആക്ടിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം? 1996 അല്ലേ, 1996 ഒരു സംഘടന അല്ലേ, പീപ്പിൾസ് ആക്ഷൻ അല്ലേ, ഒരു ക്യാമ്പയിൻ, അതായത് ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് അല്ലേ, നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ്. അപ്പം നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ്, അതായത് നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് ഓർക്കാനുള്ള പണി NCP അല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി. അവരല്ല. നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ 1996 ജനങ്ങൾക്ക് വിവരാവകാശം ലഭിക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണം ഇവിടെ ആവശ്യമാണ് എന്ന രീതിയിൽ എന്ത് ചെയ്തത്, ഒരു സൂചന മുന്നോട്ട് വെച്ചത്. അതുകൊണ്ടാണ് നാഷണൽ അല്ലേ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് എന്ന് പറയുന്നത്. ഇവർ 96 ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു സംഘടന മുന്നോട്ട് വെച്ചപ്പോൾ ഒരു വ്യക്തി ഇത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ വ്യക്തി മറ്റാരും എല്ലാവരായിരുന്നു, VP സിംഗ് എന്ന് പറഞ്ഞ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലേ. VP സിംഗ് എന്ന് പറയുന്ന മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഈ സംഘടനയേക്കാൾ മുമ്പ് വിവരാവകാശം എന്ന് പറയുന്ന ആ ഒരു ആവശ്യത്തെക്കുറിച്ച് പറഞ്ഞ വ്യക്തി. ആരാണ്? VP സിംഗ്. VP സിംഗിനെ കുറിച്ച് നമുക്കറിയാം, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു. അതിനു മുൻപ് അദ്ദേഹം ആരായിരുന്നു? ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയുമൊക്കെ ആയിരുന്നു. വിശ്വനാഥ് പ്രതാപ് സിംഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം എല്ലാ കാലത്തും സ്മരിക്കപ്പെടുന്നത് എന്താണ്? OBC സംവരണം എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട്, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയും. BP മണ്ഡൽ എന്ന ഒരു വ്യക്തി 1978 നമ്മുടെ ജനതാ പാർട്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിയമിക്കപ്പെട്ട കമ്മിറ്റി അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് 80 കൊടുത്തത്. പക്ഷേ അത് നടപ്പിലായില്ല. അത് നടപ്പിലാക്കാനായിട്ട് 89 കാലത്തിൽ VP സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള രണ്ടാമത്തെ കോൺഗ്രസ് ഇതര ഗവൺമെൻറ് വരേണ്ടി വന്നു. അതാണ് VP സിംഗ്. അദ്ദേഹമാണ് വിവരാവകാശത്തെക്കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞൊരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആദ്യത്തെ വ്യക്തിയെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനെ തുടർന്നാണ് നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് എന്ന് പറയുന്ന ഒരു സംഘടന ഇത്തരത്തിലുള്ളൊരു മുദ്രാവാക്യവുമായി വന്നത്. പക്ഷേ ഇതെല്ലാം എന്താണ്, വിസ്മരിക്കപ്പെട്ടു പോയ ഒരു കാലമാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് നമുക്കറിയാൻ പറ്റില്ല, പല പ്രദേശങ്ങളിൽ എന്ത് ചെയ്തു, ഇത്തരത്തിൽ വിവരാവകാശത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വന്നു. അതായത് 1997 ഇന്ത്യയിൽ ഒരു സംസ്ഥാനമുണ്ട്. ആ സംസ്ഥാനത്തിൻ്റെ പേര് നമുക്കറിയാം, നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റാണ്. പേരെന്താണ്? തമിഴ്നാട് എന്ന് പറഞ്ഞൊരു സംസ്ഥാനത്തില്ല, തമിഴ്നാട്. TN എന്ന് നമ്മൾ എടുക്കും. അപ്പോൾ തമിഴ്നാട് അവരാണ് ആദ്യമായിട്ട് ഇത്തരത്തിൽ എന്ത് ചെയ്തത്, ഒരു നിയമം, വിവരാവകാശത്തെ സംബന്ധിക്കുന്ന ഒരു നിയമം തയ്യാറാക്കിയത് ഈ തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനമാണ്. തമിഴ്നാട് ചെയ്തതിന് തൊട്ട് പിന്നാലെ തന്നെ പുറകെ ഗോവ വന്നു. അതും 97 തന്നെയാണ്. പിന്നീട് 2000 എത്തിയപ്പോഴത്തേക്ക് ആരൊക്കെ വന്നു? കർണാടകയും വന്നു, രാജസ്ഥാനും വന്നു, കർണാടക വന്നു. 2001 ആയപ്പോഴത്തേക്ക് ആര് വന്നു? ഡൽഹി വരികയാണ് അല്ലേ. 2002 ആയപ്പോഴത്തേക്ക് മഹാരാഷ്ട്ര വരികയാണ്, ആസാം വന്നു, മഹാരാഷ്ട്രയും വന്നു, ആസാമും വന്നു. 2003 ആയപ്പോഴത്തേക്കും മധ്യപ്രദേശ് വന്നു. മധ്യപ്രദേശിന് പിന്നാലെ ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞ സംസ്ഥാനമുണ്ടായിരുന്നു, അവരും വന്നു. അങ്ങനെ നോക്കിയാൽ ഇന്ത്യയിലെ 9 സംസ്ഥാനങ്ങൾ ഇന്ന് നിലവിൽ ഈ വിവരാവകാശം വരുന്നതിന് മുൻപ് തന്നെ വിവരാവകാശം എന്ന ഒരു ആവശ്യം ജനങ്ങൾക്ക് അംഗീകരിച്ചു കൊടുത്ത ആൾ തന്നെയാണ് അല്ലേ. ഇതിനെയൊക്കെ ഉപോത്ബലകമായിട്ട് നമ്മൾ നോക്കിയാൽ വിവരാവകാശത്തിന് മുൻഗാമി എന്ന് പറയുന്ന ഒരു നിയമം ദേശീയ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? ഓർക്കുന്നുണ്ടോ ആക്ടിൻ്റെ പേര്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് എന്ന് പറഞ്ഞ ഒരു നിയമമുണ്ട്. ഫ്രീഡം, ഞാൻ എല്ലാത്തിനും ചുരുക്കിയാണ് എഴുതുന്നത് കേട്ടോ. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട്, അതാണ് FI ആക്ട് എന്ന് പറയുന്നത്. അത് എന്നാ വന്നത്? 2002 വന്നത്. അപ്പോൾ 2002 വന്നു. ഇത്രയുമാണ് നമ്മൾ പരീക്ഷാ പോയിന്റിൽ തയ്യാറെടുക്കുമ്പോൾ വിവരാവകാശത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ. വിവരാവകാശം ഈ സമയത്തും വന്നു? ഇല്ല, വന്നിട്ടില്ല. അപ്പോൾ വിവരാവകാശത്തിന് മുമ്പ് നമ്മുടെ മാർക്ക് നമ്മുടെ കൈപ്പിടിയിൽ കിട്ടുന്ന വിവരാവകാശത്തിൻ്റെ മുൻഗാമി ആര് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ചോദ്യം വന്നാൽ നമ്മൾ ഓർക്കേണ്ടുന്ന പോയിന്റ്സ് ഇത്രയേ ഉള്ളൂ. വിവരാവകാശത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട്
ആവശ്യമുന്നയിച്ച വ്യക്തി വി പി സിംഗ് ആണ്. വി പി സിംഗ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുവാനായിട്ടൊരു സംഘടന വന്നു. സംഘടനയുടെ പേരായിരുന്നു നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾ എന്ന് പറയുന്നത്. അവരുടെ ആശയം ശരിയാണെന്ന് കണ്ട് ഇത് ആദ്യമായിട്ട് നടപ്പിലാക്കാൻ വന്ന സംസ്ഥാനമാണേത്? തമിഴ്നാടിനൊപ്പം ഗോവ വന്നു. ഗോവ കഴിഞ്ഞ് രാജസ്ഥാനും വന്നു, കർണാടകയും വന്നു, അതിനുശേഷം ഡൽഹി വന്നു. ഡൽഹി കഴിഞ്ഞ് വന്ന സംസ്ഥാനം എന്ന് പറയുന്നിടത്ത് മഹാരാഷ്ട്ര വന്നു, ആസാം വന്നു, പിന്നെ ഇത് വന്നു മധ്യപ്രദേശും വന്നു, ജമ്മു കാശ്മീരും വന്നു. ഇത്രയും സംസ്ഥാനങ്ങൾ വന്നപ്പോൾ എന്തായി? ഒരു നിയമത്തിൻ്റെ സാധ്യത ഇവിടെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഒരു നിയമം വിവരാവകാശത്തിൻ്റെ മുൻഗാമി എന്ന പേരിൽ വരികയാണ്. അതാണ് ഏത്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. അപ്പോൾ എന്താണ്? നമ്മൾ പ്രവാചകൻ വന്നു, ഇനി വരേണ്ടതാരാണ്? ദൈവപുത്രൻ, അല്ലേ? അതല്ല, പ്രവാചകനാണ് ആദ്യം വരുന്നതല്ലോ. ഈ സ്നാപക യോഹന്നാന് ശേഷമാണ് യേശു ക്രിസ്തു വരുന്നതെന്ന് പറഞ്ഞ പോലെ പ്രവാചകൻ വന്നു, പിന്നെ വരേണ്ടത് ദൈവമാണ് വരേണ്ടത്. അതേ രീതിയിൽ ഇത് വന്നു. ഏത് വന്നു? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 വരികയാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കപ്പെട്ടൊരു നിയമം. അപ്പോൾ അതിന് വേണ്ടിയും എന്ത് ചെയ്യുന്നു? കുറച്ച് ആൾക്കാർ പ്രക്ഷോഭം നടത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ പ്രതിഷേധങ്ങളൊക്കെ നടത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ നിയമത്തിന് വേണ്ടിയിട്ട് അതിശക്തമായിട്ട് പ്രതിഷേധിച്ച അല്ലെങ്കിൽ ഈ ശക്തമായിട്ടുള്ള സമരങ്ങളിലൊക്കെ ഏർപ്പെട്ട ഒരു പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തിൻ്റെ പേര് നമുക്കറിയാം. എന്തായിരുന്നു? മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ, MKSS എന്നാണ് നമ്മൾ ചുരുക്കി എഴുതുന്നത്. എന്താണ് MKSS? മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന ഒരു കൂട്ടായ്മയാണ് ഇത്. ഈ വിവരാവകാശത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് സമര പരിപാടികളിൽ ഏർപ്പെട്ടത് MKSS എന്ന് പറയുന്ന മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ. ഇതെവിടെയാണെന്നറിയാമല്ലോ? പ്രദേശം, അല്ലേ? നമ്മുടെ വടക്ക് പടിഞ്ഞാറ് മേഖലയിലുള്ള ഒരു സംസ്ഥാനമാണ്, അല്ലേ? സംസ്ഥാനത്തിൻ്റെ പേര് രാജസ്ഥാൻ എന്ന് പറഞ്ഞൊരു സംസ്ഥാനമാണ്. അപ്പോൾ രാജസ്ഥാനിലെ ജനതയും അവിടെയുള്ള ആൾക്കാരുമാണെന്ന് ഓർത്തേക്കുക. ഇവർക്ക് നേതൃത്വം കൊടുക്കുവാനായിട്ട് ഒരു പ്രമുഖ സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകയൊക്കെ ആയിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റ് ഉണ്ടായിരുന്നു. അവരുടെ പേരാണ് അരുണ റോയ് എന്ന് പറയും, അല്ലേ? അരുണ റോയ്. അപ്പോൾ അരുണ റോയ് വന്നു, അല്ലേ? നമ്മൾ പഠിക്കുന്ന സമയം നല്ല ബെസ്റ്റ് ടൈമാണ്. ദൈവത്തിൻ്റെ ഒരു വിളിയുണ്ട്. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മെമ്മറിയിൽ തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? പഠനം വീണ്ടും അങ്ങോട്ട് പുനരാരംഭിച്ചേക്കുക കേട്ടോ. അവൾ മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന് പറയുന്ന ഒരു സംഘടന എവിടെ വന്നത്? അത് രാജസ്ഥാനിലുള്ളതാണ്. അതിൻ്റെ നേതാവായിട്ടുള്ള ആളാണ് ആരെന്ന് പറയുന്നത്? അരുണ റോയ് എന്ന് പറയുന്നത്. അരുണ റോയിയും MKSSും ഒക്കെ മുൻകൈ എടുത്തു കഴിഞ്ഞപ്പോൾ എന്തായി? ഇത് നമ്മുടെ പാർലമെൻറ്റിൽ ചർച്ചയായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇതൊരു നിയമമായിട്ട് വരികയാണ്. അന്ന് രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് നമുക്കറിയാം. അന്ന് രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് എന്ന് പറയുന്നത് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് എന്ന് പറഞ്ഞ UPA ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രിയെ നമുക്കറിയാം. ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രിയുടെ പേര് മൻമോഹൻ സിംഗ് എന്നായിരുന്നു, അല്ലേ? MMS എന്ന് ചുരുക്കി നമ്മൾ മൻമോഹൻ സിംഗിനെ എഴുതും. അപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഈ നിയമം രാജ്യസഭയിലും ലോക്സഭയിലും അവതരിപ്പിച്ചു. അപ്പോൾ ഒരുപാട് ചർച്ചയായി കഴിഞ്ഞപ്പോൾ ഈ നിയമത്തിന് അവരെന്ത് ചെയ്തു? ഒരു വലിയ വിശേഷണം കൊടുത്തു. ആ വിശേഷണം എന്താണെന്നറിയാവോ? ആ വിശേഷണമായിരുന്നു ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് ഏത് നിയമം? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നിയമം RTI എന്ന് പറയുന്ന ഈ ഒരു നിയമം പാർലമെൻറ്റ് പാസ്സാക്കി, അല്ല? പാർലമെൻറ്റ് പാസ്സാക്കിയത് ഏത് വർഷമാണ്? 2005 എന്നായിരുന്നു? 2005 ജൂൺ 15 പാർലമെൻറ്റ് ഇത് അംഗീകരിച്ചത്. ഇത് രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടു കൂടിയിട്ട് രാഷ്ട്രം മുഴുവനും നിലവിൽ വന്നത് 2005 തന്നെയായിരുന്നു. ദിവസം നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഏതായിരുന്നു? ഒക്ടോബർ 12 ഇത് നിലവിൽ വരുന്നത്, അല്ല? ഒക്ടോബർ 12. ഒക്ടോബർ 12 ഇത് രാജ്യം മുഴുവനും നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രഥമ പൗരൻ ഇതിൽ ഒപ്പുവച്ചേ പറ്റുകയുള്ളൂ. 2005 ഇത് ഒപ്പുവച്ച പ്രഥമ പൗരൻ്റെ പേരറിയാമോ? ആരായിരുന്നു 2005 നമ്മളുടെ രാഷ്ട്രപതിയായിട്ടുണ്ടായിരുന്നത്? അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമാണ് ഇത് അവതരിപ്പിച്ചത്. ഏതവതരിപ്പിച്ചത്? ഈ നമ്മുടെ വിവരാവകാശ നിയമം രാഷ്ട്രത്തിന് മുന്നിൽ അങ്ങോട്ട് അവതരിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഈ വിവരാവകാശ നിയമം അങ്ങോട്ട് വന്നു. കുറേ കാലത്തോളം ഈ നിയമം അങ്ങ് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ എന്തായി? ഇതിന് കുറച്ച് മാറ്റങ്ങളൊക്കെ അനിവാര്യമാണ് എന്ന് തോന്നി, അല്ലെ? കാലം മാറുമ്പോൾ കോലവും മാറണം. കാലാനുസൃതമായിട്ടുള്ള മാറ്റം എന്തിനും ഉണ്ടാവണം. കാരണം മാറ്റം എന്ന് പറയുന്നത് എന്താണ്? പ്രകൃതി നിയമമാണ്, അല്ലേ? നമുക്ക് ഏതെങ്കിലും ഒരു വിശ്വാസമോ എന്തെങ്കിലും നമ്മൾ അതിൽ മാത്രം ഉറച്ചു നിൽക്കാൻ പാടുണ്ടോ? അല്ല. കാലത്തിനനുസരിച്ച് മാറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യപ്പെട്ടു പോകും? കാലഹരണപ്പെട്ടു പോകും. അങ്ങനെ ജനാധിപത്യത്തിൻ്റെ സൂര്യതേജസ്സായ നമ്മുടെ വിവരാവകാശ നിയമം കാലഹരണപ്പെട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പാർലമെൻറ്റ് എന്ത് ചെയ്തു? ഇതിനെ ഒന്ന് ഭേദഗതി വരുത്തി, അല്ലേ? 14 വർഷത്തിന് ശേഷം ഒരു ഭേദഗതി വരുത്തി. അങ്ങനെ 2019 RTI അമെൻമെൻറ്റ് ആക്ട് വരികയാണ്. 2019 ഇത് പ്രകാരം 2019 ഓഗസ്റ്റ് മാസം 1 റൈറ്റ് ടു ഇൻഫർമേഷൻ അമെൻമെൻറ്റ് ആക്ട് നിലവിൽ വന്നത്, അല്ലേ? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന് എന്ത് ചെയ്തു? അമെൻഡ് ചെയ്തതിന് പ്രകാരം 2019
ഏതാണ് ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ് ഇത് നിലവിൽ വന്നത്. അത് നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ് ഇന്ത്യയുടെ? അദ്ദേഹം തന്നെയായിരുന്നു. നരേന്ദ്ര ദാമോദർദാസ് മോഡി എന്ന നമ്മുടെ നരേന്ദ്ര മോഡി ആണ് പ്രധാനമന്ത്രി ഉള്ളത്. രാഷ്ട്രപതി പക്ഷേ മറ്റൊരാളായിരുന്നു. ആരായിരുന്നു രാഷ്ട്രപതി? രാംനാഥ് കോവിന്ദ് എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു. അല്ലെ, രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയായിട്ടിരിക്കെ ധനമന്ത്രി ആരായിരുന്നു? ധനമന്ത്രി അല്ലല്ലോ, ഇത് പ്രധാനമന്ത്രി അല്ലേ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടിരിക്കുകയാണ് ഈ ഒരു നിയമം നിലവിൽ വരുന്നത്. ഈ നിയമം വന്നപ്പോൾ ഇതിൽ ചില മാറ്റങ്ങളുണ്ടായി അല്ലേ. ആ ഭേദഗതി എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? ഭേദഗതി പ്രകാരം ഈ നമ്മുടെ ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറഞ്ഞ നിയമത്തിലെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്തു? മാറ്റി. കുറച്ച് കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഈ നിയമത്തിൽ മൊത്തം 2 ഷെഡ്യൂളുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ 6 ചാപ്റ്ററുകളായിരുന്നു ഉണ്ടായിരുന്നത്. 6 ചാപ്റ്ററുണ്ടായിരുന്നു അല്ലേ. 2 ഷെഡ്യൂളുകളുണ്ടായിരുന്നു. പിന്നെയോ 31 വകുപ്പുകളും ഉണ്ടായിരുന്നു. അപ്പോൾ 2 ഷെഡ്യൂളുകൾ, 6 ചാപ്റ്ററുകൾ, 31 വകുപ്പുകൾ, ഇത്രയുമായിരുന്നു വിവരാവകാശ നിയമം നിലവിൽ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. വിവരാവകാശ നിയമം നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നത് ഇത്രയും കാര്യങ്ങളുണ്ടായിരുന്നില്ല. അതൊക്കെ 2 ഷെഡ്യൂളുകളും 6 ചാപ്റ്ററുകളും 31 വകുപ്പുകളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിലാണ് മാറ്റം വരുത്തിയത്. ഇതിൽ മാറ്റം വരുത്തിയത് എവിടെയാണ് മാറ്റം വരുത്തിയത്? മാറ്റം വരുത്തിയ ഭേദഗതി വരുത്തിയത് ഈ വകുപ്പുകളിലാണ് മാറ്റം വരുത്തിയത്. ഏതൊക്കെ വകുപ്പുകളിലാണെന്ന് ഓർമ്മയുണ്ടോ? ഏതൊക്കെ വകുപ്പുകളിലായിരുന്നു? അതായത് 13-ാമത്തെ വകുപ്പ്, പിന്നെയോ 16-ാമത്തെ വകുപ്പ്, പിന്നെയോ 27-ാമത്തെ വകുപ്പ്. അപ്പോൾ ഈ ഒരു 3 വകുപ്പിന് മാത്രമേ മാറ്റം വരുത്തിയുള്ളൂ. അപ്പോൾ ഈ 3 വകുപ്പും എന്ത് മാറ്റമാണ് സംഭവിച്ചതെന്ന് അറിയേണ്ടത് നമ്മൾ. ഈ 3 വകുപ്പ് നമ്മൾ പ്രത്യേകമായിട്ട് അറിയണം. അതായത് ഈ 13-ാമത്തെ വകുപ്പ് പറയുന്നത് നമ്മുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. ആ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ സേവന വേതന വ്യവസ്ഥകളെക്കുറിച്ചാണ് പറയുന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ സേവന വേതന വ്യവസ്ഥകളെക്കുറിച്ചാണ് 13-ാമത്തെ വകുപ്പിൽ പറയുന്നത്. 16-ാമത്തെ വകുപ്പിൽ പറയുന്നത് എന്താണെന്നറിയാവോ? സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ സേവന വേതന വ്യവസ്ഥകൾ അല്ലേ. സേവന വേതന വ്യവസ്ഥകളാണ് അതിൽ പ്രതിപാദിക്കുന്നത്. 13-ാമത്തെ വകുപ്പിൽ പറയുന്നത് ആ സേവന വേതന വ്യവസ്ഥകളും 16-ാമത്തെ വകുപ്പ് എന്ന് പറയുന്നത് സേവന വേതന വ്യവസ്ഥകളും ആരുടെയൊക്കെയാണ്? കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെയാണ്. അപ്പോൾ 13 കേന്ദ്രത്തിൻ്റെതാണെങ്കിൽ 16 സംസ്ഥാനത്തിൻ്റെതാണ്. അങ്ങനെയാണെങ്കിൽ 27 എന്തിനെക്കുറിച്ചാണ് പറയണമെന്നറിയാവോ? 27 പറയുന്നത് എന്താണ്? ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ഇവിടെ ശ്രദ്ധിക്കുക അല്ലേ. നിങ്ങൾ വേറെ തിരിഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ ശ്രദ്ധിക്കുക. അതായത് ഈ 27-ാമത്തെ വകുപ്പ് എന്ന് പറയുന്നത് എന്താണ്? 27-ാമത്തെ വകുപ്പ് എന്ന് പറയുന്നത് പാർലമെൻറ്റിന് RTIയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാറ്റം വരുത്താനുള്ള പവർ. അതായത് സമയാസമയത്ത് കാലാനുകാലങ്ങളിലായിട്ട് പാർലമെൻറ്റിന് മാറ്റം വരുത്താനായിട്ടുള്ള പാർലമെൻറ്റിൻ്റെ അധികാരം അല്ലേ. പാർലമെൻറ്റിൻ്റെ അധികാരം ഈ 3 വകുപ്പുകളിലാണ് ഇവർ മാറ്റം വരുത്തിയത്. അപ്പോൾ 31 വകുപ്പുകളുണ്ടെങ്കിൽ 3 വകുപ്പ് നമ്മളിപ്പോൾ തന്നെ പഠിച്ചു. എല്ലാ വകുപ്പുകളൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അതിലൊന്ന് മാറ്റം വരുത്തിയ 13-ാമത്തെ വകുപ്പ് എന്താണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ സേവന വേതന വ്യവസ്ഥകൾ. 16 എന്താണ്? സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ സേവന വേതന വ്യവസ്ഥകളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ 27 എന്താണ്? ഈ RTIയിൽ എന്ത് മാറ്റം വരുത്താനും പാർലമെൻറ്റിന് എന്തുണ്ട്? അധികാരമുണ്ടെന്ന് പറയുന്നത് 27 എന്ന് പറയും. അപ്പോൾ എന്താണ് ഇവിടെ മാറ്റം വന്ന സേവന വേതന വ്യവസ്ഥകളെന്ന് നമ്മളൊന്ന് അറിയണം. ആ സേവന വേതന വ്യവസ്ഥകളെക്കുറിച്ച് പറയുമ്പോൾ ജസ്റ്റ് ഇത്രയും ഒന്ന് ഓർത്താൽ മതി അല്ലേ. അതായത് ഈ വിവരാവകാശ കമ്മീഷൻ എന്ന ആ ഒരു സ്ഥാപനം നിലവിൽ വരുമ്പോൾ 2005 സേവന വേതന വ്യവസ്ഥയിലാണ് മാറ്റം വന്നത്. അതായത് 5 വർഷം അതല്ലെങ്കിൽ 65 വയസ്സ് ഇതായിരുന്നു ഇവരുടെ സേവന കാലയളവായിട്ട് പറഞ്ഞിരുന്നത്. അതായത് സേവന കാലയളവായിട്ട് പറഞ്ഞിരുന്നത് എത്രയാണ്? 5 വർഷം അതല്ലെങ്കിൽ 65 വർഷമായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിനാണ് മാറ്റം വരുത്തിയത്. എന്ത് മാറ്റം വരുത്തിയത്? ഇവരുടെ കാലയളവ് 3 വർഷം അല്ലെങ്കിൽ 65 വർഷം അല്ല, 3 years or 65 years of age whichever is earlier എന്നാണ് പറയുന്നത്. അപ്പം കാലയളവ് കുറച്ചു കൊണ്ടുവന്നു. അതാണ് ഏറ്റവും പരമപ്രധാനപ്പെട്ടത്. നമ്മൾ 5 വർഷം 65 വയസ്സും എന്ന രീതിയിലിരിക്കുന്നു. പക്ഷേ അതിന് മാറ്റം വന്നു. 2019 ഈ ഭേദഗതി പ്രകാരമാണ് മാറ്റം വരുത്തിയത് അല്ലേ. മാത്രമല്ല ഇവരുടെ ശമ്പളത്തിലും മാറ്റം വന്നു. ഇവരുടെ ശമ്പളം എന്ന് പറയാൻ നേരത്ത് നമ്മളുടെ
ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് തത്തുല്യമായ ശമ്പളം, സേവനം, ഇതൊക്കെ എന്താണ് ശമ്പളവും മറ്റു കാര്യങ്ങളും കൊടുക്കണമെന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. അതനുസരിച്ച് ഇപ്പം മാറ്റം വന്നു. ഇപ്പം നമ്മൾ നോക്കിയാൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ എത്രയാണ് ശമ്പളം എന്നറിയാവോ? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ശമ്പളം അത് 2.5 ലക്ഷം രൂപയാണ്. 2.5 ലക്ഷം രൂപയാണ് ശമ്പളം എന്ന് പറയുന്നത്. മറ്റേ കമ്മീഷൻ അംഗങ്ങൾക്ക് എത്രയാണെന്നറിയാവോ? 2.25 ലക്ഷം രൂപ വെച്ചാണുള്ളത്. 2.25 ലക്ഷം രൂപ വെച്ചാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങൾക്ക് കൊടുക്കുന്നത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ശമ്പളം എത്രയെന്നറിയാവോ? 2.25 ആണ് കേട്ടോ. 2.25, അതായത് 2.5 കേന്ദ്ര വിവരാവകാശ കമ്മീഷന്, 2.25 സംസ്ഥാന വിവരാവകാശ കമ്മീഷനും അംഗങ്ങൾക്കുമല്ല. കേന്ദ്രത്തിൽ 2.5 ലക്ഷം രൂപ ചെയർമാന് കൊടുക്കും, ബാക്കി 2.25 മറ്റ് അംഗങ്ങൾക്ക് എല്ലാവരും കൊടുക്കും. എന്നാൽ സംസ്ഥാനത്ത് വരാൻ നേരത്ത് 2.25 എല്ലാവർക്കും അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഈ മാറ്റം വന്ന വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാറ്റം വന്ന വ്യവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത്. ഇതുപ്രകാരമാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഴയ ആ മാറ്റം വന്നിട്ടില്ലാത്ത RTI ഉണ്ടല്ലോ, അതിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പഠിച്ചു കഴിഞ്ഞാൽ എന്ത് പൂർത്തിയായി? റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയ നമുക്ക് മാർക്ക് കിട്ടുന്ന ഒരു ഏരിയയാണ്. എത്രയും പഠിച്ചതിൽ എന്തെങ്കിലും പ്രയാസം നേരിട്ടിട്ടോ? ഇല്ലല്ലോ, ഈസിയല്ലേ പഠിക്കാനായിട്ട്. വിവരാവകാശ കമ്മീഷൻ നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ ഇതിൽ നിന്ന് ചോദിക്കുന്ന മാർക്ക് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു തരികയും ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇതിൽ എന്തിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കണം? വിവര അവകാശ കമ്മീഷനെക്കുറിച്ച്. അപ്പോൾ വിവരവുമുണ്ട്, വിവരം എന്ന് പറയുന്നത് അവകാശവുമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്തറിയണം? വിവരത്തെക്കുറിച്ചാണ് അറിയേണ്ടത് അല്ലേ. അപ്പോൾ വിവരം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ ആർട്ടിക്കിളിൽ. ഏത് ആർട്ടിക്കിളിലാണ് വിവരം? 2F എന്ന് പറയുന്നതാണ് വിവരം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നതും വിവരം എന്ന് പറയുന്നതും പഠിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ മറ്റൊരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. ഏതൊരു സ്ഥാപനം വരുമ്പോഴും അതിനൊരു പർപ്പസ് ഇല്ലേ. ഇപ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുന്നു, വിവരാവകാശ കമ്മീഷനെക്കുറിച്ച് നമ്മൾ പഠിക്കാനിരിക്കുകയാണ്. നമുക്ക് പർപ്പസ് എന്താണ്? കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കണം, പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റണം, നമ്മുടെ മനസ്സിലത് നിൽക്കണം. അതൊക്കെയാണ് പഠിക്കാനിരിക്കുന്ന നിങ്ങളുടെ മനസ്സിലുള്ള ഒരു പർപ്പസ് എന്ന് പറയുന്നത്. പഠിപ്പിക്കാനിരിക്കുന്ന എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്തായിരിക്കാം? ഈ ക്ലാസ് കണ്ടിട്ട് അതിന് താഴെ നിങ്ങളിടുന്ന കമൻറ്റ് വായിച്ച് എന്ത് ചെയ്യുക? ആസ്വദിക്കുക. അതുമാത്രമാണ് എൻ്റെ ലക്ഷ്യം അല്ലേ. ആത്മപ്രശംസ എന്ന് പറയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കമൻറ്റ് ബോക്സ് കണ്ടിട്ട് നിങ്ങളാരെങ്കിലും ക്ലാസ് നല്ലതാണെന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ചെയ്തൊരു പ്രവർത്തനത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ പ്രോത്സാഹനം കിട്ടിയാൽ എന്ത് ചെയ്യും? ഇതിനേക്കാളും നല്ല രീതിയിൽ മറ്റ് ആക്റ്റുകളും മറ്റ് കാര്യങ്ങളൊക്കെ ക്ലാസ്സായിട്ട് തരാനായിട്ട് എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവും ഒരു ഉത്സാഹം ഉണ്ടാവും. അതല്ലെങ്കിൽ എന്ത് ഉണ്ടാവും? അയ്യോ പറഞ്ഞു പോയല്ല, ക്ലാസ് കൊടുക്കാമെന്ന്. അതുകൊണ്ട് മാത്രമേ നമ്മളൊരു വഴിപാട് പോലെ ക്ലാസ്സുകൾ നമുക്ക് മാറുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുക എന്താണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്നറിയാവോ? വിവരാവകാശ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ്? അഴിമതി അല്ലേ. നമ്മുടെ സർക്കാർ സംബന്ധമായിട്ടുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഴിമതി. പിന്നെന്താണ്? സ്വജനപക്ഷപാതം അല്ലേ. പിന്നെ നമ്മൾ പറയുന്ന മറ്റൊരു പേരുണ്ടെന്താണ്? ചുവപ്പ് നാട. കേട്ടിട്ടില്ല? റെഡ് ടേപ്പിസം. ഇപ്പം ചുവപ്പ് നാട, അഴിമതി, സ്വജനപക്ഷപാതം, ചുവപ്പ് നാട. ഇത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? സമത്വം എന്ന് പറയുന്നത് നഷ്ടപ്പെടും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് നമ്മുടേതായ അവകാശങ്ങൾ ലഭിക്കാതെ വരും. അപ്പോൾ ഇത് ഒഴിവാകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പൊതുസ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് അഴിമതി ഇല്ലാത്തതാവണം, സ്വജനപക്ഷപാതമില്ലാത്തതാവണം, ചുവപ്പ് നാട ഇല്ലാത്തതാവണം. എല്ലാവർക്കും യഥേഷ്ടം കാര്യങ്ങൾ മനസ്സിലാകാനും സാധിക്കണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആരാണ് ഇത് ചെയ്യുന്നത്? സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ പൊതുസ്ഥാപനമാണ് സർക്കാർ എന്ന് പറയുന്നത്. സർക്കാർ എന്ന് പറഞ്ഞ് ജനങ്ങളുടെ സേവകനാണ്. അപ്പോൾ ജനങ്ങളെ സേവിക്കുവാൻ നിയുക്തനാക്കപ്പെട്ടിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥൻ ജനങ്ങൾക്ക് അർഹതപ്പെട്ട സേവനമോ അർഹതപ്പെട്ട കാര്യങ്ങളൊന്നും നൽകിയില്ലെന്നുണ്ടെങ്കിൽ അവരെ വാച്ച് ചെയ്യാനായിട്ട്, അവരെ ശ്രദ്ധിക്കാനായിട്ട് ജനങ്ങൾക്ക് കിട്ടുന്ന അധികാരമാണ് ഈ അവകാശ നിയമം. അതുകൊണ്ട് ഒരു പൊതുസ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും പൊതുജനങ്ങൾക്ക് അറിയുവാൻ അവകാശമുണ്ട് എന്ന് വരുത്തി തീർത്തൊരു നിയമം. അതാണ് ഏത് നിയമം? വിവരാവകാശ നിയമം. ആ വിവരാവകാശ നിയമപ്രകാരം ആദ്യം പറയുന്നത് എന്താണ്? വിവരമെന്ന് പറയുന്നുണ്ട് അല്ല. വിവരം എന്ന് പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മൾ കാണാതെ ഒന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ലോജിക്കലി ചിന്തിച്ചാൽ മതി. ഒരു പൊതു ഓഫീസിൽ കൈകാര്യം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്താണ്? വിവരമാണ്. ഇപ്പോൾ നമ്മളൊരു സർക്കാർ ഓഫീസിൽ അവിടെ ഒരു എന്തെല്ലാം കാര്യങ്ങൾ നടക്കും? ഒരുപാട് അപേക്ഷകൾ വരും അല്ലേ. അപേക്ഷകളെന്ന് പറയാൻ നേരത്ത് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അപേക്ഷകൾക്ക് നമ്മൾ കോമൺ ആയിട്ടൊരു പേര് പറയും, രേഖകൾ അല്ലേ. അപ്പോൾ സർക്കാർ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ, ഈ രേഖകൾ നമ്മൾ വർക്ക് ചെയ്ത് കുറച്ച് കഴിയുന്നത് ഒരു ഫയലായിട്ട് മാറും. രേഖകളാണ് നമ്മൾ ഫയലാക്കി മാറ്റുന്നത്. അപ്പോൾ അവിടെയുള്ള ഫയലുകൾ
ഈ ഫയലുകളിൽ നമ്മൾ ചിലപ്പോൾ കൂട്ടിച്ചേർക്കൽ നടത്തും. അതിനെ നമ്മൾ വിളിക്കുന്ന ഒരു ഡോക്യുമെൻറ്റുകൾ. അല്ലേ? രേഖകൾ, ഫയലുകൾ, ഡോക്യുമെൻറ്റുകൾ, അവിടെയുള്ള ഉപകരണങ്ങളുണ്ടല്ലോ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നമുക്ക് പെടുത്താം. അങ്ങനെ എക്സെട്ര എക്സെട്ര എക്സെട്ര. അവിടെ വണ്ടികളൊക്കെ ഉള്ള ആ ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ ആ വണ്ടികൾ പോകുക വരിക എന്നുള്ള ലോഗ് ബുക്കുകൾ, അതേപോലെ തന്നെ കോൺട്രാക്റ്റ് രേഖകൾ, അതായത് കരാറൊക്കെയുള്ള കോൺട്രാക്റ്റ് രേഖകൾ, അതാണ് നമ്മൾ കോമൺ ആയിട്ട് രേഖകളെന്ന് പറയുന്നത്. അല്ല, റിപ്പോർട്ടുകൾ, മുകളിലേക്കും താഴേക്കും ഒക്കെ അയച്ചു കൊടുക്കുന്ന റിപ്പോർട്ടുകൾ, ഇവയൊക്കെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? ഇമെയിലുകൾ, അതായത് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ വരുന്ന ഇമെയിലുകൾ, ഇതൊക്കെ എന്താണ്? വിവരമാണ്. അപ്പോൾ നമ്മൾ രേഖകളെന്ന് പറയാൻ നേരത്ത് ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെയുള്ള രേഖകളാവാം, കൈയെഴുത്ത് പ്രതികളാവാം, അച്ചടിച്ച പ്രതികളാവാം, ഫയലുകളാവാം, തപാലുകളാവാം, ഡോക്യുമെൻറ്റുകളാവാം, അല്ലെ, പ്രമാണങ്ങളാവാം. അതായത് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഒരു രജിസ്ട്രാർ ഓഫീസിലാണ് നമ്മൾ ചെല്ലണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ളത് എന്തായിരിക്കും? മൊത്തം പ്രമാണങ്ങളായിരിക്കും, അല്ലേ? പ്രമാണങ്ങളും അതുപോലുള്ള കോൺട്രാക്റ്റുകളും ഒക്കെ ആയിരിക്കും ഉള്ളത്. ഒരു PWD ഓഫീസ് ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇത്ര കാലത്തിനുള്ളിൽ അത് പൂർത്തീകരിച്ച് കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ടുള്ള കോൺട്രാക്ടറും അവരും തമ്മിലുള്ള ആ കോൺട്രാക്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രേഖകളും എന്തിൻ്റെ പരിധിയിൽപ്പെടും? വിവരാവകാശത്തിൻ്റെ പരിധിയിൽപ്പെടും, അല്ലേ? അപ്പോൾ ഇതാണ് വിവരം എന്ന് പറയുന്നത്. ഈ വിവരം എന്ന് പറയുന്നത് അവകാശമായിട്ട് മാറുന്നു ഉണ്ട്, അല്ലേ? വിവരം എന്ന് പറയുന്നത് വിവരാവകാശമായിട്ട് മാറുമ്പോൾ ഈ എഫിൻ്റെ സ്ഥാനത്ത് മറ്റൊരു പേര് വരുമെന്നേ ഉള്ളൂ. എന്താണത്? ജെ എന്ന് പറയും. ജെ. അപ്പം വിവരം എന്ന് പറയുമ്പോൾ അത് 2J ആയിട്ട് മാറുന്നത്. അപ്പോൾ വിവരം എന്ന് പറയുന്നത് 2J എന്നതായിട്ട് മാറ്റപ്പെടുന്നതാണ്. അതാണ് ഏത്? വിവരം എന്ന് പറയുന്നത്. ഇനി പൊതുജനങ്ങൾക്കെല്ലാം വിവരാവകാശത്തിന് അർഹതയുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് മൂന്നാമത്തെ ഒരു സെക്ഷനാണ് കേട്ടോ. പൊതുജനങ്ങൾക്ക് വിവരാവകാശത്തിന് അർഹതയുണ്ട് എന്ന് പറയുന്നതാണ് ഏത്? സെക്ഷൻ 3. അതായത് പൊതുജനങ്ങൾക്ക് വിവരാവകാശത്തിന് അർഹതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പൊതുസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവരങ്ങൾ അറിയാനായിട്ട് പൊതുജനങ്ങൾക്ക് അർഹതയുണ്ട് എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ ഒരു വകുപ്പെന്ന് പറയുന്നത്. അത് പരീക്ഷയ്ക്ക് പഠിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാത്തതാണ്. നാലാമത്തത് കടമകളും മറ്റു കാര്യങ്ങളുമാണ് പറയണം, അല്ലേ? പൊതു അധികാരിയുടെ കടമകളും മറ്റുമാണ് പറയുന്നത്. പക്ഷേ അഞ്ചാമത്തത് നമ്മൾ പഠിച്ചോണം. അഞ്ചാമത്തത് എന്താണെന്നറിയാമോ? അഞ്ചാമത്തെ എന്തായിരുന്നു? അഞ്ചാമത്തെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, അല്ലേ? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. അതൊന്നും പഠിക്കാനല്ല കേട്ടോ, സിമ്പിളാണ്. അതായത് ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എവിടേക്ക് വരും? കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ വരില്ലേ? സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ വരില്ലേ? വരും. പിന്നെ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാരും എന്താണ് നിയമപരമായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ള മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഈ പറയുന്ന വിവരാവകാശ സംഭവം വരില്ലേ? വരും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ വിവരാവകാശ നിയമപ്രകാരം ഏതെല്ലാം സ്ഥാപനങ്ങൾ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നുണ്ടോ ആ സ്ഥാപനങ്ങളിലെല്ലാം ആര് വേണം? ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വേണം. ഇനി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഇല്ലെങ്കിൽ എന്ത് വേണം? ഒരു അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വേണം. അതെങ്ങനെ വേണം? ഈ നിയമം അവിടെ വ്യവസ്ഥാപിതമായിട്ട് 100 ദിവസത്തിനുള്ളിൽ ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ കൊണ്ടുവരണമെന്നുള്ളതാണ് നിയമം. അതാണ് ഇതിൽ പറയുന്നത്, അഞ്ചാമത്തെ വകുപ്പിൽ പറയുന്നത്, അല്ലേ? അഞ്ചാമത്തെ വകുപ്പിൽ പറയുന്ന കാര്യത്തിലുള്ള ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം. അതെങ്ങനെ? ഈ വിവരാവകാശ നിയമം അവിടെ ആപ്ലിക്കബിൾ ആണെന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പല സ്ഥാപനങ്ങളും വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നു. നേരത്തെ നമ്മൾ നോക്കിയാൽ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസിൻ്റെ ഓഫീസ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ 2019 വരെ ഇല്ലായിരുന്നു. 2019 അത് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്. അപ്പോൾ ഈ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസിൻ്റെ ഓഫീസിൽ ആര് വേണ്ടി വരും? ഒരു വിവരാവകാശ ഉദ്യോഗസ്ഥൻ വേണ്ടി വരും, ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യണം? ആ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസിൻ്റെ ഓഫീസ് ഈ RTIയുടെ പരിധിയിൽ പെട്ട് 100 ദിവസത്തിനകം അവിടെ ഒരാളെ നിയമിക്കേണ്ടി വരും. അതാണ് ഇതിൽ പറയണത്, അഞ്ചാമത്തെ വകുപ്പിൽ പറയണത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയുള്ള അഞ്ചാമത്തെ വകുപ്പ്. സംസ്ഥാനത്താണെന്നുണ്ടെങ്കിൽ സംസ്ഥാനത്തും എത്ര ദിവസത്തിനുള്ളിൽ? 100 ദിവസത്തിനുള്ളിൽ കൊണ്ടുവരണം. ഇതാണ് ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇത് നമുക്ക് അഞ്ചാമത്തെ പഠിച്ച സ്ഥിതിക്ക് നമുക്ക് ആറാമത്തെ നോക്കാം, അല്ലേ? ആറാമത്തെ എന്താ പറയണത്? അപേക്ഷിക്കും, അല്ലേ? വിവരം ലഭിക്കാനായിട്ടുള്ള അപേക്ഷയാണ്, അല്ലേ? വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയാണ് ഇതിൽ പറയുന്നത്, സെക്ഷൻ 6 പറയുന്നത്. 7 എന്താ പറയുന്നത്? സെക്ഷൻ 7 പറയുന്നത് എന്താണ്, അല്ലേ? സെക്ഷൻ 7 പറയുന്നത് എന്തായിരിക്കാം? 6 പഠിച്ചെങ്കിലേ നമുക്ക് 7 പോകേണ്ടതുള്ളൂ, അല്ലേ? എന്തായിരിക്കാം സെക്ഷൻ 7 പറയുന്ന കാര്യം? അപേക്ഷ തീർപ്പാക്കുന്നതാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ അപേക്ഷയും അപേക്ഷ തീർപ്പാക്കലും
അപ്പോൾ നമുക്ക് അപേക്ഷയിലേക്ക് നമുക്കൊന്ന് കിടക്കാം. എങ്കിലല്ല അപേക്ഷ തീർപ്പാക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ സെക്ഷൻ 6 പ്രകാരം അപേക്ഷ എങ്ങനെയാണ്? അപേക്ഷ ആർക്കായിരിക്കും അപേക്ഷിക്കാൻ അർഹതയുള്ളത്? ഏതൊരു വ്യക്തിക്കും അപേക്ഷിക്കാം, അല്ലേ? ഈ ഇന്ത്യ മഹാരാജ്യത്ത് നികുതി കൊടുക്കുന്ന വോട്ടർ പട്ടികയിൽ പേരുള്ള ഏതൊരു മനുഷ്യനും എന്ത് ചെയ്യാൻ പറ്റും? വിവരാവകാശ നിയമപ്രകാരം ഇന്ത്യയിലുള്ള ഓഫീസുകളെ സംബന്ധിച്ച് അപേക്ഷ കൊടുക്കാം, അല്ലേ? അത് പ്രത്യേകം പറയാൻ കാര്യം, ഒരു പാകിസ്ഥാനിക്ക് വിവരം കൊടുക്കാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല. അപ്പോൾ ഇന്ത്യൻ പൗരനായിരിക്കണം, അല്ലേ? എങ്കിൽ മാത്രമേ നമുക്ക് വിവരം കൊടുക്കേണ്ട കാര്യമുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അപേക്ഷ എങ്ങനെയായിരിക്കണം? അപേക്ഷ എന്ന് പറയുന്നത് കൈയെഴുത്തിലുള്ള അപേക്ഷയാവാം, അല്ലേ? കൈയെഴുത്തിൽ അപേക്ഷ കൊടുക്കാമല്ലോ. കൈയെഴുത്ത് നമ്മുടെ കൈപ്പടയിൽ എഴുതിയിട്ട് കൊടുക്കാം. നമുക്ക് DTP ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. ഇമെയിലായിട്ട് നമുക്ക് കൊടുക്കാം. ലേറ്റസ്റ്റായിട്ട് ഫോൺ കോൾ വഴിയും കൊടുക്കാം. അല്ല, ഫോൺ കോൾ വഴി വിവരാവകാശം പറ്റുമോ? സംശയമായിരുന്നു. പക്ഷേ കൊറോണ കാലത്തെ നമ്മുടെ ഇന്ത്യയിലുള്ളൊരു സംസ്ഥാനം, സംസ്ഥാനത്തിൻ്റെ പേര് ഉത്തർപ്രദേശ് എന്നാണ്. ഉത്തർപ്രദേശ്. ആ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം എന്ത് ചെയ്തു? വിവരാവകാശത്തിൻ്റെ അപേക്ഷ ഫോൺ കോളിലൂടെയും നൽകാവുന്നതാണ് എന്ന് ഒരു വ്യവസ്ഥ ചെയ്തു. അപ്പം അങ്ങനെ ഫോൺ കോളിലൂടെ വിവരാവകാശം സാധ്യമാക്കി തീർത്ത സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞൊരു സംസ്ഥാനമാണ്, അല്ലേ? അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നമ്മുടെ അപേക്ഷ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് നമുക്കൊന്ന് അറിയണം, അല്ലേ? ആ കാര്യം നോക്കിയാൽ ശ്രദ്ധിക്കൂ, ക്ലാസ്സിൽ ശ്രദ്ധിക്കൂ, അല്ലേ? അപ്പോൾ അപേക്ഷ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്? അല്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ്? ഇവിടെ കുറച്ച് കുട്ടികൾ ക്ലാസ്സിന് മുന്നിൽ ഇരിപ്പുണ്ട്. നമ്മൾ വൈകുന്നേരങ്ങളിൽ എൻ്റെ ഫ്രീ ടൈമിലാണ് ഈ ഒരു ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ആ ക്ലാസ് കണ്ടും കേട്ടും മനസ്സിലാക്കാനായിട്ട് കുറച്ച് കൂട്ടുകാർ ഇവിടെ വരും. അപ്പോൾ അവർ നോട്ടൊക്കെ എഴുതിയെടുക്കുന്നുണ്ട്. അവരുടെ കൈവശവും നോട്ട്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവരുടെ കൈവശമുള്ള നോട്ട്സിൽ എവിടെയാണ് എന്നവർ തപ്പി നോക്കുകയാണ്. അതാണ് സംഭവം. പിന്നെ ഇടയ്ക്ക് ഞാൻ കാര്യങ്ങൾ ചോദിക്കാൻ നേരത്ത് അവർക്ക് ഉത്തരം പറയണമല്ലോ. അപ്പോൾ അവരുടെ നോട്ട്സൊക്കെ അവർ നോക്കിയിട്ട് ഉത്തരങ്ങളും അവർ പറയുന്നുണ്ട്. അപ്പോൾ അവർ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടേതായ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഈ പറഞ്ഞ 6 അപേക്ഷ നമ്മൾ കൊടുക്കുന്നു, അല്ലേ? ഈ അപേക്ഷ കൊടുക്കുന്നത് ആരാണ്? അപേക്ഷകനാണ് കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞ ഇന്ത്യൻ പൗരന് മാത്രമേ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുക്കാൻ പാടുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ വേറൊരു പൗരന് നമ്മുടെ ഇവിടുത്തെ വിവരം ചോർത്തിക്കൊണ്ട് പോകേണ്ട കാര്യമില്ലല്ലോ. രാജ്യത്തിൻ്റെ സുരക്ഷയെയും പരമാധികാരത്തെയും ബാധിക്കുന്ന കാര്യമല്ലേ ഇത്? അതുകൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഇത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഈ അപേക്ഷ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നു, അല്ലേ? പല മാർഗ്ഗത്തിൽ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇത് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? വെറുതെ എഴുതി കൊടുത്തിട്ട് കാര്യമില്ല. വെറുതെ എഴുതി കൊടുത്ത് സ്വീകരിക്കും, ആര് കൊടുത്താൽ മാത്രം? BPL കാറ്റഗറിയിൽപ്പെടുന്ന ആൾക്കാർ കൊടുത്താൽ മാത്രമേ ഇത് സ്വീകരിക്കുകയുള്ളൂ, അല്ലേ? BPL കാറ്റഗറിയിൽപ്പെടുന്ന ആളുകൾ കൊടുത്തെങ്കിൽ മാത്രമേ അത് സ്വീകരിക്കുകയുള്ളൂ. അത് ഈ തീർപ്പാക്കലുമായി ബന്ധപ്പെട്ടാണ് നമുക്കിപ്പോൾ പറയേണ്ട കാര്യമില്ല. തീർപ്പാക്കൽ നമുക്ക് പറയാം. അപേക്ഷ എന്ന് പറയാൻ നേരത്ത് 10 രൂപയുടെ സ്റ്റാമ്പ് എന്ത് ചെയ്തിരിക്കണം? അതിൽ ഒട്ടിച്ചിരിക്കണം, അല്ലേ? കോർട്ട് ഫീ സ്റ്റാമ്പ്, 10 രൂപയുടെ കോർട്ട് ഫീ സ്റ്റാമ്പ്. കോർട്ട് ഫീ സ്റ്റാമ്പ് തന്നെ വേണം നിർബന്ധമുണ്ടോ? ഇല്ല. ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയാലും മതി. കോർട്ട് ഫീ സ്റ്റാമ്പ് അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയാലും മതി. ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഏത് വേണം? പോസ്റ്റൽ പേ ഓർഡർ ഉണ്ടല്ലോ, പോസ്റ്റ് ഓഫീസ് വഴിയുള്ളത്. ഇനി അതുമില്ല, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, നേരെ ആ ഓഫീസിലോട്ട് ചെല്ലുക. അവിടെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ഓഫീസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ഓഫീസ് ഉണ്ടല്ലോ. അവിടെ സൈറ്റുണ്ട്. ആ സൈറ്റിൽ ചെല്ലാൻ വഴി അടയ്ക്കാൻ പറ്റും. അവിടെ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ നമുക്ക് അടയ്ക്കും. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ നമ്മൾ ചെല്ലുകയാണ്. പഞ്ചായത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പൈസ ഉണ്ടെങ്കിൽ ആ വിവരാവകാശത്തിന് എത്ര ഫീസാകും, ആ 10 രൂപയുടെ ഫീസ് അവിടെ അടച്ചിട്ട് നമുക്ക് നമ്മുടെ അപേക്ഷ അവിടെ കൊടുക്കാം. അതിനുള്ള സംവിധാനം കൂടിയാണ്. നമ്മൾ ഈ കോർട്ട് ഫീ സ്റ്റാമ്പ് നിരക്കി പല സ്ഥലത്തും കറങ്ങി നടക്കേണ്ട യാതൊരു ആവശ്യമില്ല. പോസ്റ്റ് ഓഫീസിൽ നിന്നാണെങ്കിൽ പോസ്റ്റൽ പേ ഓർഡർ ആയിട്ട് കിട്ടും. ബാങ്കിൽ നിന്നാണെങ്കിൽ DD ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ പറഞ്ഞ കാര്യം എന്താണ്, അല്ലേ? ട്രഷറികളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന കോർട്ട് ഫീ സ്റ്റാമ്പ്, ട്രഷറി, പോസ്റ്റൽ പേ ഓർഡർ, DD, പിന്നെ ഇൻഫർമേഷൻ കമ്മീഷൻ അവരുടെ ഇതും കൂടി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മൾ പറഞ്ഞ ഈ അപേക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാനൊക്കെ ആയിട്ടുള്ള ആ ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഈ അപേക്ഷ കൊടുക്കുന്ന ഓഫീസ്, ആ ഓഫീസിൽ ആരെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്? ആ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ അഡ്രസ്സ് ചെയ്യേണ്ടത് നമ്മൾ കൊടുക്കുന്ന വില്ലേജിലെ വിവരമായിരിക്കും. പക്ഷേ വില്ലേജിലെ വിവരത്തിൽ നമ്മൾ പഞ്ചായത്തിലെ കാര്യം കൂടി ഉൾപ്പെടുത്തി ചോദ്യം ചോദിച്ചു കഴിയണമെന്നുണ്ടെങ്കിൽ ആ വില്ലേജിലുള്ള ആൾ ആ പഞ്ചായത്തിലെ ഇൻഫർമേഷൻ തരാനായിട്ട് ബാധ്യതപ്പെട്ടയാളല്ല. പക്ഷേ ആ ഇൻഫർമേഷൻ കിട്ടുന്നയാൾ എന്ത് ചെയ്യണം? ഈ കാര്യം പഞ്ചായത്തിലും കൂടി അറിയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഈ വിവരാവകാശ അപേക്ഷയിൽ പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ അപേക്ഷ കിട്ടി 5 ദിവസത്തിനകം എന്ത് ചെയ്യണം? പഞ്ചായത്തിലേക്ക് അയച്ച് കൊടുക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ ഓർത്തേക്കുക, അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ തീർപ്പാക്കൽ എന്ന് പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴാണ് നമ്മളിതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ നമുക്കൊരു അപേക്ഷ നമ്മുടെ കയ്യിൽ കിട്ടുന്നു, അല്ലേ? നമ്മുടെ കയ്യിലൊരു അപേക്ഷ കിട്ടുമ്പോൾ, അല്ലേ? നമ്മുടെ കയ്യിലൊരു അപേക്ഷ കിട്ടുമ്പോഴേ പിന്നെ ഫീസ് എന്ന് പറഞ്ഞ കാര്യമുണ്ട്. നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ, ഒരു അപേക്ഷ കൊടുത്തു കഴിയാൻ നേരത്ത് നമുക്ക് ഫീസ് രേഖകൾ
10 രൂപ പ്രകാരം നമുക്ക് കിട്ടേണ്ടതാണല്ലോ. അപ്പോൾ അവർ പറയുകയാണ് ഇത് കുറേ രേഖകളുണ്ട്, നിങ്ങൾ ആവശ്യപ്പെട്ടത് 2005 തൊട്ട് 2020 വരെയുള്ള ഒരു പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. അതിൻ്റെ പ്രിൻ്റൊക്കെ എടുത്ത് തരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സാമ്പത്തിക ചിലവുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പൈസ അടച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് വിവരങ്ങൾ തരുള്ളൂ എന്ന് പറയും. അപ്പോൾ നമുക്ക് ആവശ്യപ്പെട്ട വിവരങ്ങൾ രേഖാമൂലമാണ് ലഭ്യമാകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനൊരു പൈസ അടക്കണം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു നിയമം അനുസരിച്ചാണെങ്കിൽ എന്താണ്, ഫീസിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരുകൾക്കും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുകൾക്കൊക്കെ എന്താണ് ഈ പറയുന്ന ഫീസിലും വ്യവസ്ഥയിലൊക്കെ മാറ്റം വരുത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്രകാരം നമുക്ക് A4 സൈസ് പേപ്പർ അതിലാണെന്നുണ്ടെങ്കിൽ എത്ര രൂപയാണെന്നറിയാവോ? ഇപ്പം 3 രൂപയാണ്. A4 സൈസ് പേപ്പറിന് 3 രൂപയാണ്. പിന്നെ A3 സൈസ് ഉണ്ട് അല്ലേ, അതിനെന്താണ്, അതിന് എത്രയാണോ ചിലവാകുന്നത് ആ പല വിലയായിരിക്കുമല്ലോ പേപ്പറിനുള്ളത്, അതിന് വേരിയേഷൻ ഉണ്ടാകും. A4 സൈസിന് അത് വിലയുണ്ടാകും. ചിലർ 3 വാങ്ങിക്കാറുള്ളൂ, ചിലർ അതിലും കൂടുതലൊക്കെ ചിലവ് വാങ്ങിക്കുക. അതായത് ആ പേപ്പറിന് ചിലവാകുന്ന വില എന്താണോ അത്. കാര്യം A4 സൈസ് പേപ്പർ എന്ന് പറയുമ്പോൾ സർക്കാർ ഓഫീസുകളിൽ അങ്ങനെ കാണാറില്ല. A4 അല്ല, A3 സൈസ് വലിയ പേപ്പർ. അപ്പോൾ അത് ചിലപ്പോൾ പുറത്തുനിന്നൊക്കെയാണ് വാങ്ങിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള വില ഓഫീസുകൾക്ക് ഈടാക്കാൻ പറ്റും, എന്നാൽ കൊള്ള ചെയ്യാൻ പാടില്ല. പിന്നെയോ ഈ ഫ്ലോപ്പി അല്ലെങ്കിൽ CD അതിലൊക്കെയാണ് വേണമെന്നുണ്ടെങ്കിലോ ഇപ്പോൾ പുതിയ നിയമപ്രകാരം അതിനെത്രയാണ്, 75 രൂപയാണ് അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് അല്ലേ. നേരത്തെ 50 രൂപയായിരുന്നു. A4 സൈസ് പേപ്പറിന് നേരത്തെ 2 രൂപയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ വിലയിലേക്ക് മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ അപേക്ഷ കൊടുക്കുമ്പോൾ ഈ പൈസ കൂടി ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, മുടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി വരും. അപ്പോൾ ഇതാണ് ഈ പറയുന്ന അപേക്ഷ തീർപ്പാക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കി അപേക്ഷ തീർപ്പാക്കുന്ന പരിപാടിയാണ്. അതാണ് ഏതിൽ പറയുന്നത്, സെക്ഷൻ 7 പറയുന്നത് അപേക്ഷ തീർപ്പാക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അപേക്ഷ എങ്ങനെ തീർപ്പാക്കാൻ പറ്റും, അപേക്ഷ തീർപ്പാക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരപേക്ഷ കിട്ടണം. ആർക്കാണ് കിട്ടേണ്ടത്, നമ്മളിപ്പോൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ കിട്ടുന്നതെന്ന് വയ്ക്കുക അല്ലേ. എല്ലാ സർക്കാർ ഓഫീസിലും ആര് വേണം, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വേണം. ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് ഇത് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ആൾ 30 ദിവസത്തിനകം എന്ത് ചെയ്യണം, 30 ഡേയ്സ്. അതാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കുള്ള സമയപരിധി എന്ന് പറയുന്നത്. 30 ദിവസത്തിനകം മറുപടി കൊടുത്തേ മതിയാവുകയുള്ളൂ. ഇനി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഇല്ല, അവിടെയുള്ളത് ആരായിരിക്കും, അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് അല്ലേ. അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ്. ഈ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്കൊരൽപ്പം സാവകാശം കിട്ടും. എത്രയാണ്, 35 ദിവസമാണ് ഇദ്ദേഹത്തിന് കിട്ടുന്നത് അല്ലേ. 35 ദിവസം ഇദ്ദേഹത്തിന് കിട്ടും. 35 ദിവസമാണ് ഇദ്ദേഹത്തിന് കിട്ടുന്നത്. ഇനി ആശ്വാസം കൊള്ളാൻ യാതൊരു മാർഗവുമില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതായത് ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിക്കുന്ന കാര്യമാണെങ്കിൽ, അതായത് അയാളുടെ ജീവൻ അതേപോലെ തന്നെ സ്വാതന്ത്ര്യം ഇതിനെയൊക്കെ സംബന്ധിക്കുന്ന വിവരമാണെങ്കിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, 48 മണിക്കൂർ. അതായത് ഫ്രീഡം അതേപോലെ തന്നെ ലൈഫ് ഇതിനെ സംബന്ധിക്കുന്നതാണെങ്കിൽ 48 അവേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ 48 മണിക്കൂറിനകം എന്ത് ചെയ്യേണ്ടി വരും, അത് തീർപ്പാക്കി വിടേണ്ടതായിട്ട് വരും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെ എടുക്കാം നമുക്ക്. അതായത് ഇപ്പോൾ ഒരു അപേക്ഷ വഴിതെറ്റി കൃഷി വകുപ്പിലേക്ക് കൊടുത്ത അപേക്ഷ വഴിതെറ്റി, അത് വഴിതെറ്റി നേരെ വ്യവസായ വകുപ്പിലേക്കാണ് ചെന്നത്. അപ്പോൾ വ്യവസായ വകുപ്പുകാർ പറയും, കൃഷി വകുപ്പിലേക്ക് അപേക്ഷ അയച്ചതല്ലേ, അത് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് വ്യവസായ വകുപ്പ് കരുതാൻ പാടുണ്ടോ? ഇല്ല. വ്യവസായ വകുപ്പ് എന്ത് ചെയ്യണത്, ആ അപേക്ഷ കിട്ടി 5 ദിവസത്തിനകം എന്ത് ചെയ്യണം, ഈ അപേക്ഷകനാണ് തെറ്റിപ്പോയത്. അതുകൊണ്ടാണ് തന്നെ ജനാധിപത്യത്തിൻ്റെ സൂര്യതേജസ് എന്ന് വിളിക്കുക. അപേക്ഷകന് തെറ്റ് പറ്റിയാലും തെറ്റ് പറ്റാൻ പാടില്ലാത്ത സർക്കാർ എന്ത് ചെയ്യണം, കൊടുത്തേ മതിയാവുള്ളൂ വരും. അപ്പോൾ സർക്കാരിൻ്റെ ചുമതലയാണ് ഈ അപേക്ഷ വഴിതെറ്റി വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യേണ്ടി വരും, ഉന്നം തെറ്റി വരുന്ന അപേക്ഷ എന്ത് ചെയ്യണം, കൃത്യസ്ഥാനത്ത് എത്തിച്ചു കൊടുക്കണം. അങ്ങനെ ഈ വ്യവസായ വകുപ്പിലേക്ക് വന്ന അപേക്ഷ എന്ത് ചെയ്യണം, അത് കൃഷി വകുപ്പിലേക്കുള്ളതാണെങ്കിൽ അവർ കൃഷി വകുപ്പിലേക്ക് അത് കൊടുത്തിരിക്കണം. എത്ര ദിവസത്തിനകമാണ്, 5 ദിവസത്തിനകമാണ് കേട്ടോ. അതായത് വഴിതെറ്റി വന്നാലും, അതാണ് നമ്മൾ വഴിതെറ്റി വരുന്ന അപേക്ഷയും 5 ദിവസത്തിനകം എന്ത് ചെയ്യണം, ലക്ഷ്യസ്ഥാനത്ത് എറിഞ്ഞു പിടിപ്പിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി ഇങ്ങനെ വരുന്ന ചില അപേക്ഷകളുണ്ടാവും. ഈ അപേക്ഷകളെന്ന് പറയാൻ നേരത്ത് 2 കക്ഷികളാണ് സാധാരണഗതിയിലുള്ളത് കേട്ടോ. അപേക്ഷയിൽ സാധാരണ 2 കക്ഷികളാണ് വരാറുള്ളത്. ഒന്ന് ആരാണ്, ഞാനെന്ന പരാതിക്കാരൻ, അല്ലെങ്കിൽ ഞാനെന്ന വിവരം അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ. രണ്ടാമത്തെ ആളാരാണ്, എനിക്ക് വിവരം തരേണ്ട സർക്കാരാണ്. അപ്പോൾ സർക്കാരിൽ നിന്നുള്ള വിവരമാണ് എനിക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ വളരെ ഈസിയായി പറഞ്ഞ 30-35 ദിവസം മതിയാവും. പക്ഷേ സർക്കാരിൽ നിന്നല്ല എനിക്ക് വേണ്ടത്, സർക്കാർ വഴി മൂന്നാമത്തെ ഒരു കക്ഷിയിൽ നിന്നാണ് എനിക്ക് വേണ്ടി വരുന്നത് അല്ലേ. അതിന് നമ്മൾ പറഞ്ഞ പേര് തേർഡ് പാർട്ടി ഇൻഫർമേഷൻ എന്നാണ് അല്ലേ. തേർഡ് പാർട്ടി ഇൻഫർമേഷനാണ് വേണ്ടി വരുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി ഇൻഫർമേഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ കക്ഷിയിൽ നിന്ന് ലഭിക്കുന്ന വിവരമാണ് തേർഡ് പാർട്ടി ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തേർഡ് പാർട്ടി ഇൻഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് എത്ര ദിവസത്തിനകം തീർപ്പാക്കണമെന്നാണ് പറയണത്, അത്
40 ദിവസത്തിനകം തീർപ്പാക്കണമെന്നാണ് പറയുന്നത്. 40 ദിവസത്തിനകമാണ് തേർഡ് പാർട്ടിയെ സംബന്ധിച്ചുള്ള വിവരം തീർപ്പാക്കേണ്ടതെന്നാണ് പറയുന്നത്. 40 ദിവസം എടുക്കും തേർഡ് പാർട്ടിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ സമ്പൂർണ്ണമായിട്ട് ക്ലോസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കൊരു ചിന്ത വരും, എന്തിനാണ് ഇവിടെ അധിക ദിവസം കൊടുക്കുന്നത് എന്ന്, അല്ലേ? അപ്പോൾ ഇവിടെ അധിക ദിവസം കൊടുക്കുന്ന മറ്റൊന്നുമല്ല, മൂന്നാമത്തെ കക്ഷിയെ സംബന്ധിച്ചാണ് പരാതി വന്നിരിക്കുന്നത്, അല്ലെ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ കക്ഷിയെ സംബന്ധിച്ചുള്ള വിവരം കൊടുക്കണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ കക്ഷി അറിയണ്ടേ? അതായത് ഇപ്പോൾ ഒരു സർക്കാർ ഓഫീസിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത്. അയാളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അതിലുണ്ടാവാം. അപ്പോൾ അത് തേർഡ് പാർട്ടി ഇൻഫർമേഷൻ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഈ കാര്യം വന്നിരിക്കുന്ന ഇങ്ങനൊരു പരാതി അല്ലെങ്കിൽ ഇങ്ങനൊരു അവകാശ സംബന്ധിച്ചുള്ള ചോദ്യം വന്നിരിക്കുന്ന വിവരം ആളിനെ അറിയിക്കണ്ടേ? അപ്പോൾ എന്ത് ചെയ്യണം? തേർഡ് പാർട്ടിയെ 5 ദിവസത്തിനകം അറിയിക്കണം എന്നൊരു വ്യവസ്ഥയുണ്ട്. തേർഡ് പാർട്ടിയെ 5 ദിവസത്തിനകം എന്ത് ചെയ്യണം? ഈ കത്ത് കിട്ടിയ ഓഫീസിലെ ഇൻഫർമേഷൻ ഓഫീസർ അറിയിച്ചിരിക്കണം. ഇതാണ് ഒന്നാമത്തെ വ്യവസ്ഥ. രണ്ടാമത്തെ വ്യവസ്ഥ എന്താണ്? ഈ തേർഡ് പാർട്ടിക്ക് 10 ദിവസത്തെ സമയം കൊടുക്കും. ഈ 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? മറുപടി തന്നിരിക്കണം. വിവരം കൊടുക്കാൻ പറ്റുന്നതാണോ കൊടുക്കാൻ പറ്റാത്തതാണോ എന്നുള്ള വിവരം തന്നിരിക്കണം. അപ്പോൾ 10 ഡേയ്സ് എന്ന് പറയണത് അല്ല, തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്ന സമയം. അപ്പോൾ തേർഡ് പാർട്ടിക്ക് 10 ദിവസം സമയം കൂടി കൊടുക്കും. അങ്ങനെ വരുന്നൊരു 15 ദിവസം ഉണ്ടല്ലോ. ഈ 15 ദിവസമാണ് നമ്മളോട് നോക്കാൻ നേരം 40 ദിവസമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുക. എന്നാലും 40 ദിവസം എന്നുള്ളത് വലിയ ഒരു കാലയളവ് തന്നെയാണ്. കാര്യം 30 ദിവസം, ഒരു മാസം എന്ന് പറയുമ്പോൾ അതിനിടയ്ക്ക് 10 ദിവസവും 5 ദിവസവും കൂടി വരുന്നുണ്ടല്ലോ, കുഴപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഏതെന്ന് പറയുന്നത് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻഫർമേഷൻ സംബന്ധിച്ചുള്ള കാര്യം. ഇങ്ങനെ നോക്കിയാൽ 10 ദിവസം എന്ന് പറയും. ഇനി അപ്പീൽ തീർപ്പാക്കണ്ടേ? ഇനി ഈ കൊടുത്ത വിവരം തൃപ്തികരമല്ല, അല്ലേ? കൊടുത്ത വിവരം എന്ന് പറയുന്നത് എന്താണ്? തൃപ്തികരമല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പീൽ കൊടുക്കാൻ പറ്റും. അപ്പീൽ എത്ര അപ്പീൽ കൊടുക്കാൻ പറ്റും? പരമാവധി 2 അപ്പീൽ കൊടുക്കാൻ പറ്റും കേട്ടോ. 2 അപ്പീലുകൾ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. പരമാവധി 2 അപ്പീലുകളാണ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അതിലൊന്നാമത്തേത് അപ്പീൽ അധികാരി, അല്ലേ? അപ്പോൾ ഒന്നാമത്തെ അപ്പീൽ അധികാരി എന്ന് വെച്ചാൽ ആ ഓഫീസിലെ ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു ഓഫീസറായിരിക്കും. അയാളാണ് ഒന്നാമത്തെ അപ്പീൽ അധികാരി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയൊരു വിവരം കിട്ടി, ആ വിവരം കിട്ടി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തൃപ്തിയില്ല അതിൽ. അപ്പോൾ 30 ദിവസം ഒരു പരിധി വെച്ചിട്ടുണ്ട്. നമുക്ക് വിവരം കിട്ടി 30 ദിവസത്തിനകം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പീൽ കൊടുക്കാൻ പറ്റും. തൃപ്തികരമല്ലെന്നുണ്ടെങ്കിൽ ആ വിവരം കിട്ടി 30 ദിവസത്തിനകം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വിവരം തന്ന ഓഫീസറുടെ മേലധികാരിയെ അറിയിക്കേണ്ടതായിട്ട് വരും. അതാണ് 30 ഡേയ്സ് ടൈം പീരീഡ്, അല്ലെങ്കിൽ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഒന്നാമത്തെ അപ്പീൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒന്നാമത്തെ അപ്പീൽ കിട്ടിയ ആൾ എത്ര ദിവസത്തിനകത്ത് കൊടുക്കണം? 30 ദിവസത്തിനകം തന്നെ കൊടുക്കണം, അല്ലേ? ഒന്നാമത്തെ അപ്പീൽ അധികാരി വിവരം കിട്ടി 30 ദിവസത്തിനകം കൊടുക്കണം. ഇനി എന്തെങ്കിലും പ്രത്യേക സാഹചര്യമോ മറ്റോ കാര്യങ്ങൾ വ്യക്തമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 45 ദിവസം വരെ ഇങ്ങേർക്ക് ഇളവ് കിട്ടും ഒന്നാം അപ്പീൽ അധികാരിക്ക്. അപ്പോൾ ഒന്നാമത്തെ അപ്പീൽ അധികാരി ഒരു പരാതി കുറഞ്ഞത് 30 ദിവസത്തിനുള്ളിലും പരമാവധി 45 ദിവസത്തിനുള്ളിലും കൈകാര്യം ചെയ്ത് തീർത്തു കൊടുക്കണം എന്നാണ് ഈ വിവരാവകാശ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒന്നാമത്തെ അപ്പീൽ അധികാരി വിവരം കൊടുത്തു. ആ കിട്ടിയ വിവരവും നമുക്ക് സംതൃപ്തി നൽകിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും അപ്പീൽ കൊടുക്കാം. അതാണ് ഇതെന്ന് പറയുന്നത് രണ്ടാമത്തെ അപ്പീൽ എന്ന് പറയുന്നത്. ആ രണ്ടാമത്തെ അപ്പീൽ ആരാ തീർപ്പ് കൽപ്പിക്കുന്നത്? കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണെങ്കിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ, അല്ലേ? സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ഇനി ഈ ഒന്നാമത്തെ അപ്പീലിലെ വിവരങ്ങൾ നമുക്ക് തൃപ്തികരമല്ലാതെ വന്നതുകൊണ്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യണത്? രണ്ടാമത്തെ അപ്പീൽ പോകുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ അപ്പീലിന് പോകാനായിട്ട് നമുക്കൊരു സമയമുണ്ട്, അല്ലേ? അതായത് 90 ദിവസം ഉള്ളിൽ നമ്മൾ 90 ഡേയ്സ്. അപ്പോൾ 90 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പോകേണ്ടതായിട്ട് വരും. അങ്ങനെ 90 ദിവസത്തിനകത്ത് നമ്മൾ രണ്ടാമത്തെ അപ്പീൽ കൊടുക്കും. രണ്ടാമത്തെ അപ്പീൽ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നറിയാവോ? ഈ വിവരാവകാശ കമ്മീഷൻ അവരത് പരിഹരിക്കും. അവർക്ക് ഇതേപോലെ നിരന്തരം ഇങ്ങനെ അപ്പീൽ കിട്ടുന്നുണ്ട്. ആദ്യം വരുന്ന സാധനങ്ങളെല്ലാം ഇങ്ങനെ വെച്ച് നേർന്നായിരിക്കാം ഈ അട്ടിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോൾ തീർക്കാൻ പറ്റുമെന്ന് അവർക്ക് തന്നെ ഒരു നിശ്ചയമില്ലാത്തതുകൊണ്ട് അവരതിന് എന്ത് വെച്ചിട്ടില്ല? സമയപരിധി വെച്ചിട്ടില്ല. ബാക്കിയുള്ള ആൾക്കാരോട് പറഞ്ഞിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്യണം, അല്ലേ? ഇത്ര ദിവസം ചെയ്യണം. എൻ്റെ കാര്യം വരാൻ നേരത്ത് അതെനിക്ക് സൗകര്യം പോലെ ഞാൻ ചെയ്തോളാം, അല്ലേ? ആ ഒരു രീതിയാണ് ആര് നമ്മുടെ വിവരാവകാശ കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്. വിവരാവകാശ കമ്മീഷൻ നമുക്ക് ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ല. കാര്യം എന്താ? അവർ സ്വമേധയാ കേസെടുത്ത് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള സ്വമേധയാ ജൂറിസ്ഡിക്ഷനൊക്കെ ഉള്ളൊരു അതാണ് വിഭാഗമാണ്. ഒരു കോടതിയുടേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഒരു അംഗീകാരവും അധികാരവും ഒക്കെയുള്ള സ്ഥാപനം കൂടിയാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. സ്വന്തം നിലയിൽ കേസെടുക്കാനൊക്കെ അവർക്ക് അധികാരമുണ്ട്. സിയോമോട്ടോ എന്ന് കേട്ടിട്ടില്ലേ? സിയോമോട്ടോ സ്വമേധയാ കേസെടുക്കുന്ന പരിപാടിയൊക്കെ ഇവർക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ ഈ അപ്പീൽ അധികാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. ഈ
ഏറ്റവും ഒടുവിൽ പെട്ടുപോയി കുറച്ച് ആൾക്കാരുണ്ട്. ആരൊക്കെ അറിയാവോ? ഈ നമ്മുടെ സർവകലാശാലകളൊക്കെ ഇല്ലേ, ഈ സർവകലാശാലകളൊക്കെ ചോദ്യക്കടലാസൊക്കെ അവർ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. എന്താണ്? നന്നായിട്ട് മൂല്യനിർണ്ണയം നടത്തിയാൽ എന്നിട്ട് എന്ത് ചെയ്യുന്നു? ചുമ്മാ ഒരു മാർക്ക് അവരങ്ങോട്ട് ഇട്ട് കൊടുക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ അപ്ലിക്കേഷൻ കൊടുക്കുമല്ലോ, മാർക്ക് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ചുമ്മാ ഒരു മാർക്ക് പറയും. അപ്പോൾ സംശയമുള്ള പിള്ളേർ ഉത്തരക്കടലാസ് ചോദിക്കാൻ നേരം ഉത്തരക്കടലാസ് നിലവിലില്ല എന്നൊക്കെ പറഞ്ഞ് മറുപടി കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇതിനൊക്കെതിരായിട്ട് കുറേ ആൾക്കാർ എന്ത് ചെയ്തു? ഫൈറ്റ് ചെയ്തു. ആ ഫൈറ്റിനൊടുവിൽ ഏതാണ്ട് 2019 തന്നെയാണ് യൂണിവേഴ്സിറ്റി എക്സാമുകളുടെ ഉത്തരക്കടലാസ് അത് ആവശ്യപ്പെടുന്ന വിദ്യാർത്ഥിക്ക് നൽകാനായിട്ട് വ്യവസ്ഥ വന്നിട്ടുണ്ട്. അതായത് സർവകലാശാലയിലെ മത്സര പരീക്ഷകളിലെ ഉത്തരക്കടലാസുകൾ വിവരാവകാശ നിയമപ്രകാരം നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. പലരും കൊടുക്കാറില്ല, പക്ഷേ ഇങ്ങനൊരു വ്യവസ്ഥയുണ്ട്, അറിഞ്ഞു വെച്ചേക്കുക. ഇനി അതേപോലെ ഈ രാഷ്ട്രീയ പാർട്ടികൾ പെട്ടുപോയി. കാര്യം ഇത് കൊണ്ടുവന്നത് രാഷ്ട്രീയ പാർട്ടികൾ പാർലമെൻറ്റിൽ സംഭവം ചെയ്തിട്ടല്ലേ, അവർ പെട്ടുപോയൊരവസ്ഥയും കൂടിയിട്ട്. കാര്യം എന്നറിയാമോ? രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുന്ന സംഭാവനകൾ എത്രയാണെന്നും അത് ആരിൽ നിന്നാണ് ലഭിക്കുന്നത് എന്നും വ്യവസ്ഥ വ്യക്തമാക്കണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഒഴിഞ്ഞു പോയില്ലേ? ഇതാണ് ഇലക്ടറൽ ബോണ്ട് വിവാദം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നില്ലേ. അത് ഈ ഒരു സംഭവമൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഓർത്തേക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് അല്ലേ. ഇനി നമ്മൾ നോക്കിയാൽ ഇത്തരത്തിലുള്ള വിവരങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ തീർപ്പാക്കിയില്ല എന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതൊക്കെയാണ് കേട്ടോ. അത് നമുക്ക് പറയാം പിന്നീട്. അപ്പോൾ നമ്മൾ 7ാമത്തെ കാര്യമല്ലേ പറഞ്ഞത്, 7. ഇനി 8ാമത്തെ സെക്ഷൻ ഓർക്കുക അല്ലേ. വളരെ സിമ്പിളാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ കാര്യം എന്ന് വെച്ചാൽ എന്താണെന്നറിയാവോ? ഒഴിവാക്കപ്പെട്ട കാര്യങ്ങളാണ് അല്ലേ. എക്സംഷൻസ്, അതായത് വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്ന കാര്യങ്ങൾ എന്ത് അല്ലേ. വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയത് എന്താണ് എന്ന് പറയുന്നതാണ് ഏത്? സെക്ഷൻ 8. അതാണ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് എന്തിനെയാണ് ഒഴിവാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നോക്കാൻ നേരം നമുക്ക് മനസ്സിലാകാത്ത കുറേയധികം കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മൾ പതുക്കെ ഒന്ന് നമ്പറിട്ട് നോക്കി ഒരു 6-7 കാര്യങ്ങളേ ഉള്ളെന്നേ. അതൊന്ന് ഓർമ്മയിൽ വന്നു കഴിഞ്ഞാൽ കാര്യം വളരെ സിമ്പിളായിട്ട് കിട്ടും. ഒന്നാമത് നമ്മൾ ഓർക്കുക അല്ലേ, നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത അല്ലേ, പരമാധികാരം, സുരക്ഷ അല്ലേ. നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത എന്ന് വെച്ചാൽ നമുക്കറിയാം ഇൻറ്റഗ്രിറ്റിയാണ് അല്ലേ. പരമാധികാരം സോവറിറ്റിയാണ് അല്ലേ. അഖണ്ഡത, പരമാധികാരം, സുരക്ഷ, സെക്യൂരിറ്റിയാണ്. അതിനെ ബാധിക്കുന്ന വിവരമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണോ? വേണ്ട. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്ന കാര്യം അല്ലേ? പിന്നത്തെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് അറിയാമല്ലോ. അതായത് ഒരു നിയമം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി, അതല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, ഈ ട്രിബ്യൂണലുകളോ കോടതിയോ ഒരു കാര്യം പരസ്യപ്പെടുത്തുവാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കോടതിയും ട്രിബ്യൂണലും നമുക്കറിയാം അല്ല. കോടതിയും ട്രിബ്യൂണലും എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്കറിയാലോ. എന്താണ് സംഭവം? അത് നിയമം കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അതെന്ത് ചെയ്യാൻ പാടില്ല? പ്രസിദ്ധപ്പെടുത്താനായിട്ട് പാടില്ലാത്തതാണ് കേട്ടോ. ഇനി 3ാമത്തെ വ്യവസ്ഥ നമ്മൾ നോക്കിയാൽ എന്താണ് മൂന്നാമതുള്ളത്? അത് തന്നെ, അതായത് നമ്മുടെ പാർലമെൻറ്റ്, അതേപോലെ തന്നെ സംസ്ഥാന നിയമസഭ, ഇവിടെയൊക്കെ ഓരോ അംഗങ്ങൾ അല്ലേ പാർലമെൻറ്റിനകത്ത് പല പല കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മൾ ഓർക്കുന്നുണ്ടാവും, പണ്ട് KM മാണി ബഡ്ജറ്റ് അവതരിപ്പിച്ച സമയത്ത് നിയമസഭയ്ക്കകത്ത് നടന്ന ഭയങ്കരമായ ഉന്തും തള്ളും അടിച്ചു പൊളിക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ കണ്ടതല്ലേ. ഇതൊക്കെ വിവരാവകാശ രേഖ അല്ലെങ്കിൽ നിയമപ്രകാരം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാര്യം നിയമസഭയ്ക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ ആ സ്പീക്കറുടെ പെർമിഷനോട് കൂടി പുറത്തേക്ക് വിടുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അതാണ് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്ത് ഏതെങ്കിലും കാര്യം നമുക്ക് കിട്ടുമോ? ഇല്ല. നമ്മൾ കേട്ടില്ല അൺപാർലമെൻ്ററി എന്ന് പറയുന്നില്ല. അൺപാർലമെൻ്ററി വേർഡ്സ് ആയതുകൊണ്ട് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെ നീക്കം ചെയ്യും ആരാണ്? പാർലമെൻറ്റ്, നിയമസഭ. അപ്പോൾ പാർലമെൻറ്റ്, നിയമസഭ, സംസ്ഥാന നിയമസഭ, ഇവിടെ എന്തുണ്ട്? ഒഴിവാക്കാനായിട്ട് വ്യവസ്ഥയുണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇനി അടുത്ത കാര്യം എന്താണെന്ന് കൂടി നോക്കാം. നമുക്ക് അടുത്ത എന്തായിരുന്നു? ഇപ്പോൾ മുകേഷ് അംബാനി, അല്ലെങ്കിൽ മുകേഷ് അംബാനി പോട്ടെ, നമുക്ക് നമ്മുടെ സർക്കാരിൻ്റെ കാര്യം തന്നെ ഇടുക. അതായത് ഇപ്പോൾ സർക്കാരിൻ്റെ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം കെൽട്രോൺ, കേരള സർക്കാരിൻ്റെ സ്ഥാപനമാണ്. അപ്പോൾ കെൽട്രോൺ ഏതെങ്കിലും ഒരു പ്രത്യേക സംഭവം ഇങ്ങനെ പ്രൊഡക്റ്റ് കൊണ്ടുവന്നു, അത് വൻ സക്സസ്സായി മാറി. അപ്പോൾ സമാനമായ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് വേറെ കുറച്ച് ആൾക്കാർ ആഗ്രഹിക്കുകയാണ്. അവർ കെൽട്രോണിൻ്റെ ഈ പ്രൊഡക്റ്റിൻ്റെ രഹസ്യം എന്താണ്? അല്ലെ KSDP, കേരള സ്റ്റേറ്റ് ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സ് ഉണ്ടാക്കുന്ന KSDP ഉണ്ടാക്കുന്ന മരുന്നിൻ്റെ കൂട്ടം എന്താണ്? രഹസ്യം എന്താണ്? ഇങ്ങനെ കുറേ ആൾക്കാർ ചോദിച്ച് വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുമോ? ഇല്ല, അത് വാണിജ്യ രഹസ്യമാണ് അല്ലേ. അപ്പോൾ വാണിജ്യ രഹസ്യങ്ങൾ എന്ന് പറയുന്നത് ലീക്കാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്, വാണിജ്യ രഹസ്യങ്ങളെ സംബന്ധിച്ച്. പിന്നെന്താണുള്ളത്?
അഞ്ചാമത്തേത് അത് തന്നെയാണ്. അതായത് നമ്മളും സോവിയറ്റ് യൂണിയനും നല്ല ബന്ധത്തിലാണ്, അല്ലേ? നമ്മളും ഇസ്രായേലും നല്ല ബന്ധത്തിലാണ്. അപ്പോൾ അവർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ചില വിവരങ്ങൾ നൽകുന്നുണ്ട്. അതായത് നമ്മളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് വിവരങ്ങൾ, നമുക്ക് എവിടെ നിന്നെല്ലാം എങ്ങനെയെല്ലാം ആക്രമണങ്ങളെ പേടിക്കണം, നമുക്ക് എവിടെ നിന്നെല്ലാം നേട്ടങ്ങൾ കിട്ടും, ഈ വിവരങ്ങളൊക്കെ നമുക്ക് എന്ത് കിട്ടും? വിദേശ രാജ്യങ്ങളിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന വിവരങ്ങൾ അവർ നമ്മുടെ ശത്രുവിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരുമായിരിക്കും. പക്ഷേ ഇങ്ങനെ കിട്ടുന്ന വിവരങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അല്ലേ? വിദേശ രാജ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങളല്ലേ? അപ്പോൾ വിദേശ രാജ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങളൊന്നാണ് ഇതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കിയേക്കുക, അല്ലേ? ഇനി എന്താണ് അടുത്തത്? വ്യക്തികളുടെ ജീവനോ. അതെ, അതായത് ഇപ്പോൾ ഒരു വ്യക്തി, അതായത് നമ്മളിപ്പോൾ നോക്കിയാൽ രാജ്യത്തെ പരമപ്രധാനമായിട്ടൊരാളുണ്ട്, അയാളുടെ ജീവനെയോ സ്വത്തിനെയോ സംബന്ധിക്കുന്ന, അതായത് ഇപ്പോൾ നമ്മൾ ഒരു തീവ്രവാദിയാണെന്ന് വെക്കുക, ഞാനൊരു തീവ്രവാദിയാണ്, ഞാൻ ഉദ്ദേശിക്കുകയാണ് നമ്മുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി രാവിലെ എത്ര മണിക്ക് എവിടെ പോകുന്നു, അയാൾ എന്തൊക്കെ ചെയ്യുന്നു, അയാളുടെ യാത്ര എങ്ങനെയാണ്, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ എന്താണ്? അയാളെ തട്ടിക്കൊണ്ടു പോകാനോ മറ്റു കാര്യങ്ങൾക്ക് ഉദ്ദേശിക്കാം. അപ്പോൾ ഇങ്ങനെ അയാളുടെ ജീവനോ സ്വത്തിനോ സ്വാതന്ത്ര്യത്തിനോ വിഘാതം വരുത്തുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? അല്ലേ? വ്യക്തി സ്വാതന്ത്ര്യം അല്ലേ? അതല്ലേ വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, അല്ലേ? ഇനി ഏതാണ്? കുറ്റവാളികളുടെ അപ്പോൾ കുറ്റവാളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നത്, അല്ലേ? അവരുടെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന കുറ്റം എന്താണ്, അവരുടെ കോടതി നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ പ്രോസിക്യൂഷൻ എവിടെ വരെയായി, ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ, അതായത് അറസ്റ്റ്, വിചാരണ, പ്രോസിക്യൂഷൻ, ഈ വക കാര്യങ്ങളാണ് ഏതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്? വിവരാവകാശത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് ഈ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നമ്മൾ നേരത്തെ ഈ പാർലമെൻറ്റ് പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയായിരുന്നു, അതായത് പാർലമെൻറ്റിൻ്റെ രേഖകൾ അല്ല, ക്യാബിനറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾ. നമ്മൾ ക്യാബിനറ്റ് അറിയാമല്ലോ, ആരാണ്? മന്ത്രിമാരുടെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ ക്യാബിനറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്യാബിനറ്റാണ് ഏറ്റവും പരമപ്രധാനമായതും സുപ്രധാനവുമായിട്ടുള്ള പല തീരുമാനങ്ങളും എടുക്കുന്നത്. അപ്പോൾ അവരെടുക്കുന്ന തീരുമാനങ്ങൾ അത് രേഖകളിലാക്കും. ആ ക്യാബിനറ്റ് രേഖകളെന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പാടില്ല, ചോർന്നു പോകാൻ പാടില്ലാത്തതാണ്. പക്ഷേ അവരെടുത്ത തീരുമാനങ്ങൾ, മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ എത്രത്തോളം നടപ്പിലാക്കിയിട്ടുണ്ട്, എങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങളും നടപ്പിലാക്കിയതിൻ്റെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, നമ്മൾ പ്രോഗ്രസ് റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രി വെച്ചെന്ന് കേട്ടിട്ടില്ലേ, ആ വക കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ മന്ത്രിസഭയുടെ രേഖകൾ എന്ന് പറയുന്നത് നമുക്കെന്ത് കിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഏതിൽ ഉൾപ്പെടുന്ന 8 എന്ന് പറഞ്ഞൊരു സെക്ഷനിൽ, അതായത് വിവരാവകാശത്തിൻ്റെ 8ാമത്തെ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ് എന്ന് ഓർത്തേക്കുക കേട്ടോ. ഇത് നമ്മൾ നോക്കേണ്ടുന്ന എത്രാമത്തെ സെക്ഷനാണ്? 9ാമത്തെ സെക്ഷനാണ്, അല്ലേ? 8 കഴിഞ്ഞാൽ 9 അല്ലേ വരുന്നത്. 9ാമത്തെ സെക്ഷൻ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. സെക്ഷൻ 9 കറക്റ്റ്. അപ്പോൾ വിവരാവകാശം നിഷേധിക്കാം. ആർക്കാ നിഷേധിക്കാൻ പറ്റുക? വിവരാവകാശ കമ്മീഷന്മാർക്കാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമൊക്കെ ചില വിവരങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നിഷേധിക്കാൻ സാധിക്കും. അതായത് 8ാമത്തെ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഏതെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ചൊരു ചോദ്യം ചെന്ന് കഴിഞ്ഞാൽ അത്തരത്തിൽ ചെല്ലുന്ന ചോദ്യങ്ങൾ ഈ പകർപ്പവകാശ ലംഘനം അല്ലെങ്കിൽ കോപ്പിറൈറ്റിൻ്റെയൊക്കെ ലംഘനമായിട്ടൊക്കെ തോന്നിക്കഴിഞ്ഞാൽ വിവരാവകാശ കമ്മീഷൻ എന്ത് ചെയ്യും? അത് നൽകില്ല. അപ്പോൾ വിവരാവകാശ കമ്മീഷൻ നിഷേധിക്കുന്ന വിവരങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെക്ഷൻ 9 ഉൾപ്പെടുത്തിയിരിക്കുന്നു നിഷേധിക്കപ്പെട്ട വിവരം. അപ്പം നിഷേധിക്കപ്പെട്ട വിവരങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അല്ലേ? ഇനി നമുക്ക് നോക്കേണ്ടുന്ന എത്രാമത്തെ സെക്ഷനാണ്? 11ാമത്തെ പ്രധാനപ്പെട്ട സെക്ഷൻ 11ാമത്തെ സെക്ഷനാണ്. ആ 11ാമത്തെ സെക്ഷനിലേക്ക് നമുക്ക് പോവാം. 11ാമത്തെ സെക്ഷൻ പറയുന്ന കാര്യം എന്താണ്? മൂന്നാം കക്ഷിയെ സംബന്ധിച്ചുള്ള വിവരം എന്നാണ് പറയുന്നത്. അപ്പോൾ മൂന്നാം കക്ഷിയെ സംബന്ധിച്ചുള്ള വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ടുന്ന കാര്യം ഇതാണ്. അതായത് അപേക്ഷ, നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപ്രകാരം മൂന്നാമത്തെ കക്ഷിയെ സംബന്ധിച്ച്, തേർഡ് പാർട്ടിയെ സംബന്ധിച്ചാണ് ഒരു അപേക്ഷ കിട്ടുന്നത്, അല്ലേ? അപേക്ഷ നൽകുന്നത് മറ്റേ 6ാമത്തെ വകുപ്പെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്, അല്ലേ? 6ാമത്തെ വകുപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രകാരം മൂന്നാമത്തെ കക്ഷിയെ സംബന്ധിച്ച് ഒരു അപേക്ഷ നമ്മുടെ കയ്യിൽ കിട്ടി. അപ്പോൾ നമുക്കറിയാം, മൂന്നാമത്തെ കക്ഷിയെ സംബന്ധിച്ച് അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ആ ഓഫീസിൽ വിവരാവകാശ കമ്മീഷൻ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? 5 ദിവസത്തിനകം ഈ അപേക്ഷ എന്ത് ചെയ്യണം? മൂന്നാമത്തെ കക്ഷിക്ക് കൊടുക്കണ്ടേ? അങ്ങനെ മൂന്നാമത്തെ കക്ഷിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. മൂന്നാമത്തെ കക്ഷിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ മൂന്നാമത്തെ കക്ഷി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇത് കൊടുക്കാൻ പറ്റുന്ന വിവരമാണോ അല്ലയോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് എന്ത് ചെയ്യണം? 10 ദിവസത്തിനകം, അല്ലേ? 10 ദിവസത്തിനകം ഈ പറയുന്ന വിവരാവകാശ കമ്മീഷൻ മറുപടി കൊടുത്തിരിക്കണം. മറുപടി കിട്ടിയാലും ഇല്ല എന്നുണ്ടെങ്കിലും 40 ദിവസത്തിനകം ഈ അപേക്ഷ വിവരാവകാശ കമ്മീഷൻ എന്ത് ചെയ്തിരിക്കണം? തീർപ്പ് കൽപ്പിച്ചിട്ട് ഈ പറയുന്ന ആ ചോദ്യം ചോദിച്ച ആളിന് മറുപടി കൊടുത്തിരിക്കണം. ഇതാണ് വ്യവസ്ഥ. ഇനി മൂന്നാമത്തെ കക്ഷിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചു, മൂന്നാമത്തെ കക്ഷി കൊടുത്തില്ല. കൊടുക്കാതെ വന്നപ്പോൾ വിവരാവകാശ കമ്മീഷൻ എന്ത് ചെയ്തു? ആ വിവരം
കൊടുക്കാൻ തീരുമാനിച്ചങ്ങോട്ട് കൊടുത്തു. അപ്പോൾ മൂന്നാമത്തെ കക്ഷിക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ. മൂന്നാമത്തെ കക്ഷി എന്ത് ചെയ്യുന്നു? ഈ വിവരാവകാശ കമ്മീഷൻ്റെ തീരുമാനത്തിനെതിരെ അപ്പീൽ പോകും. അപ്പോൾ മൂന്നാമത്തെ കക്ഷിക്ക് എന്തിനു പോകാൻ അവകാശമുണ്ട്? അപ്പീൽ പോകാൻ അവകാശമുണ്ട്. കാര്യം അയാളെക്കുറിച്ചുള്ള വിവരം പുറത്തുവിടുന്നതിനെതിരായിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം? അപ്പീൽ പോകാൻ അധികാരമുണ്ട്. ഇത്രയുമാണ് ഈ മൂന്നാമത്തെ കക്ഷിയെപ്പറ്റി പറയുന്നത്, അല്ലേ? മൂന്നാമത്തെ കക്ഷിയെപ്പറ്റി ചോദിച്ചാൽ 5 ദിവസത്തിനകം മൂന്നാമത്തെ കക്ഷിയെ വിവരം അറിയിക്കണം, അല്ലേ? 10 ദിവസത്തിനകം മൂന്നാമത്തെ കക്ഷിയിൽ നിന്ന് വിവരം ശേഖരിച്ചിട്ട് എന്ത് ചെയ്യണം? തീർപ്പാക്കാൻ നോക്കണം. അങ്ങനെ തീർപ്പാക്കാനായിട്ടുള്ള സമയപരിധി എത്രയാണ്? 40 ദിവസമാണ്. ഇനി മൂന്നാമത്തെ കക്ഷിക്ക് ഈ വിവരാവകാശ കമ്മീഷൻ്റെ തീരുമാനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പീൽ പോകാനുള്ള വ്യവസ്ഥയുണ്ട്, അല്ലേ? അങ്ങനെ അപ്പീൽ പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ഏതിൽ പറയുന്നത്? 11ാമത്തെ സെക്ഷൻ 11 പറയുന്നത് മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഇനി നമ്മൾ നോക്കേണ്ടത് അതാണ് 12ാമത്തെ സെക്ഷനാണ്, അല്ലേ? സെക്ഷൻ 12. സെക്ഷൻ 12 എന്താ പറയുന്നത് അറിയാമല്ലോ? കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ പറ്റിയാണ് പറയുന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുമ്പോൾ എല്ലാം കൊണ്ടും സംഭവം പൂർണ്ണമായി, അല്ലേ? അതായത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനാണല്ലോ അപ്പോസ്തലൻ എന്ന് പറയുന്നത്. വിവരാവകാശ നിയമത്തിൻ്റെ അപ്പോസ്തലൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷനാണല്ലോ. ഇവരുടെ ആസ്ഥാനം എവിടെയാണെന്നറിയാവോ? ഇതായിരിക്കാം. ഇവർ മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് ആണ്. മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയമുണ്ട്. ആ മന്ത്രാലയത്തിന് കീഴിലാണ് ഇവർ വരുന്നത്. ഇവിടെ ഒരു വിവരാവകാശ കമ്മീഷണർ ഉണ്ടാവും, അല്ലേ? ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഉണ്ടാവും. അയാളുടെ കൂടെ 10 അല്ലേ വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളും ഉണ്ടാവും, മെമ്പർമാരും ഉണ്ടാവും. ഇവരുടെ പ്രസക്തി എന്ത് എന്ന് ചോദിച്ചാൽ ഇവർ എല്ലാ മേഖലയിൽ നിന്നും നല്ല അറിവുള്ള ആൾക്കാരായിരിക്കണം. നമ്മൾ കേട്ടിട്ടില്ലേ? കലാ, ശാസ്ത്രം, സാഹിത്യം, സാംസ്കാരികം, കായികം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലേ? പിന്നെയോ മാനേജ്മെൻറ്റ് രംഗത്ത് വിദഗ്ധനായിരിക്കണം, മാസ് അല്ലേ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് വിദഗ്ധനായിരിക്കണം, ജേർണലിസം രംഗത്തെ ആളായിരിക്കണം. അങ്ങനെ സകലമാന മേഖലകളിൽ നൈപുണ്യമുള്ള വ്യക്തികൾ ആയിരിക്കണം എന്നുള്ള, സകലമാന വ്യവസ്ഥകളിൽ നൈപുണ്യമുള്ള വ്യക്തികളായിരിക്കണം. എന്ത് പാടില്ല? പാർട്ടി മെമ്പർഷിപ്പ് പാടില്ല, പാർട്ടിയിൽ അംഗമാകാൻ പാടില്ല. പിന്നെ നമുക്കറിയാമല്ലോ അതായിരിക്കാം ഓഫീസ് ഓഫ് പ്രോഫിറ്റ്, ആദായകരമായ പദവികൾ വഹിക്കാനായിട്ട് പാടില്ല, അല്ലേ? പാർട്ടി മെമ്പർഷിപ്പ് പാടില്ല, രാഷ്ട്രീയ കക്ഷിയുമായിട്ട് ചായ്വ് പാടില്ല, ഓഫീസ് ഓഫ് പ്രോഫിറ്റ് പാടില്ല. നിയമസഭാംഗത്വം, പാർലമെൻറ്റ് അംഗത്വം ഇത്രയും പാടില്ല. ഇത്രയുമുള്ള ആൾക്കാർ എന്തെടുക്കത്തില്ല? ഈ വിവരാവകാശ കമ്മീഷണറായിട്ട് പ്രഥമമായിട്ട് പരിഗണിക്കുമോ? ഇല്ല, പ്രഥമ പരിഗണന ഇവർക്ക് കൊടുക്കില്ല എന്നാണ് പറയണത്. ഇനി ഇങ്ങനെയുള്ള ഒരാളിനെ കണ്ടെത്തി നിയമനം നടത്തുക എന്ന് പറയുന്നത് 3 പേരടങ്ങുന്നൊരു ഗ്രൂപ്പിൻ്റെ ചുമതലയാണ്. ആരൊക്കെയാണെന്നറിയാമല്ലോ? ഒന്ന് പ്രധാനമന്ത്രി, രണ്ടാമത്തേത് പ്രതിപക്ഷ നേതാവ്, മൂന്നാമത്തത് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ. അപ്പോൾ ഇവർ 3 പേരടങ്ങുന്ന ഗ്രൂപ്പാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഇവരാണ്. അപ്പോൾ ഇവർ തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾക്ക് നിയമനം കൊടുക്കുന്നത് ആരാണ്? അത് പ്രസിഡൻ്റാണ് നിയമിക്കുന്നത്. അപ്പോൾ പ്രസിഡൻ്റാണ് മുഖ്യ വിവരാവകാശ കമ്മീഷനെയും കമ്മീഷൻ മെമ്പർമാരെയും നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്, അല്ലേ? അപ്പോൾ പ്രസിഡൻറ്റ് നിയമിച്ചു. അത്തരത്തിൽ ആദ്യമായിട്ട് നിയമിക്കപ്പെട്ട വിവരാവകാശ കമ്മീഷണറുടെ പേര് ഓർമ്മയുണ്ടോ? മുഖ്യ വിവരാവകാശ കമ്മീഷണർ പേര് വജാഹത്ത് ഹബീബുള്ള എന്ന് പറയുന്ന ആളാണ്. 2005 ആദ്യമായിട്ട് വന്നത്. അതിനുശേഷം ഒരുപാട് പേര് വന്നു, 10-11 ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലേ? ഇപ്പോൾ ആൾ സമാരിയല്ലേ, ഹിരാലാൽ സമരിയല്ലേ ഇപ്പോൾ ഉള്ള ആൾ. ചിലപ്പോൾ മാറിയേക്കാം. ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ചിലപ്പോൾ മാറിയേക്കാം. ഇപ്പം ഞാൻ ഇന്നത്തെ ദിവസമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ 6 മാസമോ 3-4 മാസമോ ചിലപ്പോൾ 3-4 കൊല്ലം കഴിഞ്ഞായിരിക്കും ഇത് കാണുന്നത്. അപ്പോൾ ഹീരാലാൽ സമരിയല്ല, അപ്പോൾ ആ സമയത്തുള്ള ആളാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് എടുത്തേക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഹീരാലാൽ സമരി മാറി. ഇതിനിടയിൽ 2 സ്ത്രീകൾ വന്നിട്ടുണ്ടായിരുന്നു, അല്ല? ഒന്ന് ദീപക് സന്ധു എന്ന് പറയുന്ന അവരാദ്യവും, പിന്നെ സുഷമ സിംഗ് എന്ന് പറയുന്ന ആൾ രണ്ടാമത് വന്നിട്ടുണ്ട്. അങ്ങനെ വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ പോകുന്നു. അപ്പോൾ ഇവരെ നിയമിക്കുന്ന ആളാരാണെന്നാണ് നമ്മൾ പറഞ്ഞത്? പ്രസിഡൻ്റാണ് നിയമിക്കുന്നത്, അല്ലേ? പ്രസിഡൻറ്റ് നിയമിക്കുന്നു. അപ്പോൾ പ്രസിഡൻറ്റ് നിയമിക്കുന്ന ആളായതുകൊണ്ട് ഇവരെ പുറത്താക്കാനും അധികാരമുള്ളത് ആർക്കാണ്? പ്രസിഡൻറ്റിനാണ്. ഇനി അവർക്ക് സ്വയം പുറത്ത് പോകണമെന്ന് തോന്നിയാലും അവർ ആർക്കാ കൊടുക്കേണ്ടത്? പ്രസിഡൻറ്റിനാണ് കൊടുക്കേണ്ടത്. നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. പക്ഷേ ഇവരുടെ നടപടികൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ, ഇവരുടെ ജോലിയുടെ റിപ്പോർട്ട് ഇവർ വയ്ക്കേണ്ടത് ആർക്കാണ്? പ്രസിഡൻറ്റിനാണോ? അല്ല, കേന്ദ്ര സർക്കാരിനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ കേന്ദ്ര സർക്കാരിനാണ് വിവരാവകാശ കമ്മീഷൻ എന്ത് ചെയ്യേണ്ടത്? റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരിനാണ്. ഇനി ഇവരുടെ പ്രവർത്തനം തൃപ്തികരമല്ല, വിവരാവകാശ കമ്മീഷൻ്റെ പ്രവർത്തനം തൃപ്തികരമല്ലെന്നുണ്ടെങ്കിൽ വിവരാവകാശ കമ്മീഷനെ പുറത്താക്കാൻ പറ്റും, സസ്പെൻഡ് ചെയ്യാൻ പറ്റും. പുറത്താക്കാനും സസ്പെൻഡ് ചെയ്യാനും അധികാരമുള്ളവർക്കാണ്? പ്രസിഡൻറ്റിനാണ്. അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. എന്താ പ്രൊസീജിയർ എന്നറിയാമോ? പ്രസിഡൻറ്റ് സുപ്രീം കോടതിയോട് നിർദ്ദേശിക്കും,
ഈ ഇരിക്കുന്ന വിവരാവകാശ കമ്മീഷൻ എങ്ങനെയുണ്ട്, കൊള്ളാമോ, അതൊരു അന്വേഷണം നടത്തി റിപ്പോർട്ട് പറയാൻ പറയും. അങ്ങനെ സുപ്രീം കോടതി കൊടുക്കുന്ന റിപ്പോർട്ട് വിവരാവകാശ കമ്മീഷൻ എതിരാണെന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് വിവരാവകാശ കമ്മീഷൻ അങ്ങോട്ട് പറഞ്ഞു വിടും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഏതെല്ലാം സാഹചര്യങ്ങളിൽ പറഞ്ഞു വിടുമെന്നറിയാവോ? ഈ വിവരാവകാശ കമ്മീഷൻ്റെ പോക്കറ്റ് കാലിയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് പാപ്പർ, ഇൻസോൾവൻ്റ് എന്ന് പറയും. ഇൻസോൾവൻ്റ്, പാപ്പർ സ്യൂട്ട് അടിച്ച ആൾ കടക്കാരനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? രാജ്യത്തെ കൊള്ളാവുന്നൊരു കടം മേടിച്ച് മുടിഞ്ഞവനാണെന്നുണ്ടെങ്കിൽ അവനെ പറഞ്ഞു വിടുമെന്നാണ് പറയുന്നത്. രണ്ടാമത് എന്താണ് സാഹചര്യം അറിയാമോ? സദാചാര ലംഘനം. അതായത് മൊറാലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം ലംഘിച്ചു കഴിഞ്ഞാൽ. ഇനി അടുത്ത എന്താണ്? ഭരണഘടനാ ലംഘനം. ഭരണഘടനയെ ലംഘിച്ചു കഴിഞ്ഞാൽ, സദാചാരം ലംഘിച്ചു കഴിഞ്ഞാൽ പാപ്പർ, സാമ്പത്തികമായിട്ട് ആൾ പോരായ്മയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് എന്ത് പറയാൻ പറ്റും? ആളുടെ മനോനില ശരിയല്ലെന്നുണ്ടെങ്കിൽ, അല്ലേ, മനോനില ശരിയല്ലാത്ത ഒരാളിനെ എന്ത് ചെയ്യുന്നു? മനോനില ശരിയല്ലാത്ത ആളിനെ എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ആരെ മാറ്റുന്നത്? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇവരെ നീക്കും, അല്ലേ? ഇതാണ് ഇവരെ നീക്കം ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത്. അവരെ നീക്കിക്കഴിഞ്ഞാൽ അവർ ആ സ്ഥാനത്ത് ഇല്ല, പകരം പുതിയ ആൾ വരും. ഇതാണ് അവസ്ഥ. ഇങ്ങനെ ആരെങ്കിലും നീക്കിയിട്ടുണ്ടോ ഇതുവരെ? ഇല്ല. ഈ സമയം വരെ ഒരാളിനെ പോലും അങ്ങനെ നീക്കിയിട്ടില്ല എന്നുകൂടി നമ്മൾ ഓർത്തേക്ക് കേട്ടോ. അപ്പോൾ ഈ വിവരാവകാശമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ചത് ഒരു പോലീസ് സ്റ്റേഷനിലാണ് കേട്ടോ. അത് പൂനെയിലാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഷഹീദ് എന്നായിരുന്നു, അല്ലേ? ഷഹീദ് റാസ ബർനായ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ഷഹീദ് റാസ ബർനായ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇത് ചെയ്തത് എന്ന് നമുക്കറിയാം, അല്ലേ? അപ്പോൾ അങ്ങനെ വിവരാവകാശ നിയമപ്രകാരം കിട്ടി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു വിവരാവകാശ നിയമം തീർപ്പാക്കാനായിട്ടൊരു സമയപരിധിയൊക്കെ ഉണ്ടല്ലോ. ഈ സമയപരിധിക്കൊക്കെ തീർപ്പാക്കിയില്ല എന്നുണ്ടെങ്കിൽ, കൊടുക്കുന്ന വിവരങ്ങൾ തെറ്റായി കഴിഞ്ഞാൽ, ആ വിവരം കൊടുക്കുന്നത് ഈ ചോദിച്ച ആളിനെ അപമാനിക്കുന്ന തരത്തിലേക്ക് ആയി കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അറസ്റ്റ് ചെയ്യാനായിട്ട് കോടതിക്ക് ഉത്തരവുണ്ട്. അപ്രകാരം അരുണാചൽ പ്രദേശിലെയാണ് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ത് ചെയ്തത്? കോടതി ജാമ്യമില്ലാതെ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചത് അവിടെയാണ് കേട്ടോ. അരുണാചൽ പ്രദേശിലായിരുന്നു അങ്ങനെ ജാമ്യമില്ലാതെ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചത് അവിടെയായിരുന്നു. അരുണാചൽ പ്രദേശിലായിരുന്നു എന്ന് നമ്മൾ ഓർത്തേക്കുക. ഇനി നമ്മൾ നോക്കുക എന്ന് പറയുന്നത് എന്തായിരിക്കാം? ഈ പറയുന്ന വിവരാവകാശ കമ്മീഷൻ, അത് നമ്മൾ 12 എന്ന് പറഞ്ഞ ഒരു സെഗ്മെൻറ്റിലായിരുന്നു പറഞ്ഞത്, അല്ലേ? 12 പറഞ്ഞിരുന്നത്. ഇനി 13 എന്ന് പറഞ്ഞ സെഗ്മെൻറ്റ്, അതാണ് എന്തിന് വിധേയമായത്? നേരത്തെ മാറ്റത്തിന് വിധേയമായത് 13ആണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ? 13 മാറ്റത്തിന് വിധേയമായതാണ്, അല്ലേ? അപ്പോൾ നമുക്ക് 13 വേണ്ട. ഇനി എന്താണ് അടുത്തുള്ളത് പഠിക്കാനായിട്ട്? അറിയാവോ? പഠിക്കാനായിട്ടുള്ളത് എന്തായിരിക്കാം? സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ്, അല്ലേ? സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ് 15 എന്ന് പറയുന്ന സെഗ്മെൻറ്റിലുള്ളത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ്. അപ്പോൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നമ്മൾ ഓർക്കുക, കേന്ദ്രത്തിൽ നിയമം വന്ന് ഉടനെ ഇവിടെ വന്നു ഇല്ല, ഇത്തിരി താമസിച്ചു. എന്നാ വന്നത് ഓർമ്മയുണ്ടോ? 2005 ഡിസംബർ മാസം 19-ാം തീയതിയാണ് ഇത് നിലവിൽ വന്നത്. അപ്പോൾ 2005 ഡിസംബർ മാസം 19-ാം തീയതി ഇവിടെ ഒരു വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. അന്ന് വന്ന വിവരാവകാശ കമ്മീഷൻ്റെ പേരറിയാവോ? പാലാട്ട് മോഹൻദാസ് എന്ന് പറഞ്ഞ ആളാണ്. പാലാട്ട് മോഹൻദാസ്, അല്ലേ? പാലാട്ട് മോഹൻദാസ് ആണ്. നേരത്തെ കഴിഞ്ഞ ഇടയിൽ മാറിയത് നമ്മുടെ വിശ്വാസ് മേത്ത എന്ന് പറയുന്ന വിവരാവകാശ കമ്മീഷനാണ് മാറിയത്. ഇപ്പം ഇരിക്കുന്നത് ഹരി നായർ എന്ന് പറഞ്ഞ ആളാണ്. വി ഹരി നായർ എന്ന് പറയുന്ന ഒരാളാണ് ഇപ്പം നിലവിലിരിക്കുന്ന ആളെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതാണ് നമ്മുടെ കേരളത്തിലെ വിവരാവകാശ കമ്മീഷൻ. അപ്പോൾ കേന്ദ്രത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിയമനം നടത്തുന്നത് ആരാണ്? ഗവർണറാണ് നിയമനം നടത്തുന്നത്, അല്ല? ഗവർണർ നിയമനം നടത്തുന്നു. നീക്കം ചെയ്യുന്നത് ആരാണ്? ഗവർണറാണ്. രാജിക്കത്ത് കൊടുക്കേണ്ടത് ആർക്കാണ്? ഗവർണർക്കാണ്. എന്നാൽ ഈ ഒരു വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നിടത്ത് 10 പേരാണ്, അല്ലേ? ചെയർമാന് പുറമെ 10 പേരാണുള്ളത്. ഇവർ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ മേഖലയിൽ നിന്നുള്ള എക്സ്പെർട്ട് ആയിരിക്കണമെന്നുണ്ട്. ഇവരെ തിരഞ്ഞെടുക്കുന്നൊരു സമിതിയുണ്ട്, അല്ലേ? അത് കേന്ദ്രത്തിലേതിന് സമാനമായ രീതിയിൽ ഇവിടെ വരുമ്പോൾ മുഖ്യമന്ത്രി, അല്ലേ? പ്രതിപക്ഷ നേതാവ്, പിന്നെ ഒരാൾ കൂടി ഉണ്ടല്ലോ, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. ഇത്രയും ആൾക്കാരാണ് എന്ത് ചെയ്യേണ്ടത്? ഈ പറയുന്ന ആരെ തിരഞ്ഞെടുക്കുന്നത്? സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കാനായിട്ട് അധികാരമുള്ളത് ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ്. ഈ സംസ്ഥാന വിവരാവകാശ കമ്മീഷന് പാടില്ലാത്ത വ്യവസ്ഥകൾ കേന്ദ്രത്തിലേതുപോലെ തന്നെയുള്ള വ്യവസ്ഥകളാണ്. ഇവരെ നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇവർക്കേറെ ആരോപണം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കാനായിട്ട് വരുന്നത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതി കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരിവരെ നീക്കം ചെയ്യുന്നത്? ഗവർണറെ ഇവരെ നീക്കം ചെയ്യുന്നത്. ഇതാണ് നമ്മൾ പറയുന്ന സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിവരം എന്ന് പറയുന്നത്.
ഇനി നമ്മൾ നോക്കിയാൽ അല്ലേ 13ാമത്തെ വ്യവസ്ഥ നമ്മൾ പഠിച്ചതുപോലെ നമ്മൾ ഏതും പഠിച്ചു 15 നമ്മളിപ്പോൾ പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് 16 പക്ഷേ 16 നമ്മൾ പഠിച്ചത് ഓൾറെഡി. എന്താണ് ഭേദഗതി വരുത്തിയത്? ഇവരുടെ സേവന വേതന വ്യവസ്ഥകൾ, ഇവരുടെ കാലയളവ്, അതൊക്കെയാണ് അതിൽ നമ്മൾ പരാമർശിച്ചിരുന്നത് അല്ലേ. ഇനി നമുക്ക് പഠിക്കേണ്ടി വരുന്നത് എന്താണ്? അടുത്തത് 18. എന്താണത് 18? വിവരാവകാശ കമ്മീഷന്റെ അധികാരവും ചുമതല. വിവരാവകാശ കമ്മീഷന്റെ അധികാരങ്ങൾ, ചുമതലകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ അധികാരം എന്താണ്? ചുമതല എന്താണ്? വിവരാവകാശ കമ്മീഷന്റെ അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഓർമ്മയുണ്ടോ? ഒരു സ്വമേധയാ ചാർജ് എടുക്കാൻ പറ്റുന്ന ഒരു കോടതിയുടേതായിട്ടുള്ള എല്ലാ അധികാരങ്ങളും ഇവർക്കുണ്ട്. ഇവർക്ക് അന്വേഷണത്തിന് ഉത്തരവിടാനായിട്ടുള്ള അവകാശമുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള വിവരാവകാശ അപേക്ഷയിന്മേലൊരു അപേക്ഷകൻ ആവശ്യപ്പെടുന്ന തീർപ്പ് വിവരാവകാശ കമ്മീഷൻ്റെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് പിഴ വിധിക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? ഈ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കാണ് ഉള്ളത്. അങ്ങനെ നോക്കിയാൽ ഒരു ദിവസം എന്ന് പറയുമ്പോൾ അല്ലേ 250 രൂപ ക്രമത്തിൽ പരമാവധി 25,000 രൂപ വരെ എന്ത് ചെയ്യാൻ പറ്റും? പിഴ വിധിക്കാമെന്നൊക്കെ ഉണ്ട്. ഇത് നമ്മൾ പിഴകളെന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ഭാഗത്ത് പോകുന്നതുകൊണ്ട് ഈ പറഞ്ഞ സെക്ഷൻ 18 എന്ന് പറഞ്ഞ വിവരാവകാശ കമ്മീഷൻ്റെ ചുമതലകളെന്ന് പറയുന്നത് നമുക്ക് ഇവിടെ വലിയ രീതിയിൽ പഠിച്ചു പോകേണ്ടതില്ല അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത് എന്താണ് 18 കഴിഞ്ഞാൽ അടുത്ത് പഠിക്കേണ്ടത് ഏതാണ് സെക്ഷൻ വരുന്നത്? 19 അപ്പീൽ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ. അപ്പീൽ നമ്മൾ നേരത്തെ പഠിച്ചില്ലായിരുന്നു, അപ്പീലുകൾ. അപ്പോൾ വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് വരുന്ന അപ്പീലുകൾ അതാണ് ഏതിലുള്ളത്? 19 ആ അപ്പീലാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എത്ര ദിവസം ഒന്നാമത്തെ അപ്പീൽ കൊടുക്കണം? 30 ദിവസത്തിനകം ഒന്നാമത്തെ അപ്പീൽ അധികാരിക്ക് തീർപ്പാക്കാനായിട്ട് 30 മുതൽ 45 ദിവസം വരെ തീർപ്പ് കിട്ടും ഫസ്റ്റ് അല്ലേ. രണ്ടാമത്തെ അപ്പീലിന് നമ്മൾ പറഞ്ഞു അല്ലേ 90 ദിവസത്തിനകം അപേക്ഷകൻ അയക്കണം. 90 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ എവിടെ എത്താതിരിക്കാം? ടൈം ലിമിറ്റ് ഉണ്ടോ? ടൈം ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ് ഈ അപ്പീലിൻ്റെ പ്രത്യേകത. അപ്പോൾ അപ്പീൽ കൊടുക്കാം. സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വിവരാവകാശമാണെന്നുണ്ടെങ്കിലും കേന്ദ്രത്തെ സംബന്ധിച്ചുള്ള വിവരാവകാശമാണെന്നുണ്ടെങ്കിലും അപേക്ഷകൻ തൃപ്തനല്ലെന്നുണ്ടെങ്കിൽ അപേക്ഷകൻ അപ്പീൽ കൊടുക്കാം. അങ്ങനെ 2 തവണ അപ്പീൽ കൊടുക്കാം. ഒന്നാമത്തെ അപ്പീൽ കൊടുത്താൽ 30 മുതൽ 45 ദിവസത്തിനുള്ളിൽ അത് കിട്ടും. രണ്ടാമത്തെ അപ്പീൽ കൊടുത്തു കഴിഞ്ഞാലോ പരിധിയില്ല. പക്ഷെ നമുക്ക് സമയമുണ്ട് അപേക്ഷ ആലോചിച്ച് എഴുതി കൊടുക്കാനായിട്ട്. ഒന്നാമത്തേതിന് 30 ദിവസമാണെങ്കിൽ രണ്ടാമത്തേതിന് 90, രണ്ടാമത്തെ അപ്പീലിന് ആ ടൈമുണ്ട്. ഇതാണ് അപ്പീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്. ഇനി അടുത്തത് 20. ഏതാണ് 20? പിഴകൾ എന്ന് പറയുന്നു അല്ലേ. പിഴ എന്താണ്? പിഴയാണ് നമ്മളൊരല്പം മുമ്പ് പറഞ്ഞ ഏതാണ് 250 രൂപ മുതൽ 25,000 രൂപ വരെ എന്ത് ചെയ്യാൻ പറ്റും? പിഴ ചുമത്താനായിട്ട് പറ്റും. വിവരം കൃത്യമായിട്ട് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ, അതായത് ഒരു അപേക്ഷ കിട്ടിക്കഴിയുമ്പോൾ ആ അപേക്ഷ അവഗണിക്കുന്നു, 30 ദിവസത്തിനകം കൊടുക്കുന്നില്ല. രണ്ടാമത് എന്ത് ചെയ്യുന്നു? 30 ദിവസത്തിനകം മറുപടി കൊടുക്കും. പക്ഷേ അപേക്ഷകൻ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിരിക്കില്ല കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ അതും ശിക്ഷയ്ക്ക് കാരണമാണ്. ഇനി മൂന്നാമതോ, അപേക്ഷകൻ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് കൊടുത്തത്, പക്ഷേ ആ മറുപടി അപൂർണ്ണമാണ്. ഇനി നാലാമത്, അപേക്ഷകൻ ചോദിച്ച ചോദ്യങ്ങളെ സംബന്ധിച്ചാണ് കൊടുത്തത്, പക്ഷേ അപേക്ഷകനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള മറുപടിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതെല്ലാം പണിഷബിളാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 25,000 രൂപ വരെ, പരമാവധി 25,000 രൂപ വരെ പിഴ ചുമത്താനായിട്ട് അധികാരമുണ്ട്. മാത്രമല്ല പിഴയായിട്ട് ഈ വിവരം എന്ന് പറയുന്നത് സൗജന്യമായിട്ട് കൊടുക്കുകയും വേണം. വിവരം എന്ത് ചെയ്യണം? സൗജന്യമായിട്ട് കൊടുക്കുകയും വേണമെന്നാണ് വ്യവസ്ഥ ചെയ്യുന്നത്. ഈ വിവരം സൗജന്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഒരാൾ എന്താവണം? BPL കാറ്റഗറിയിൽപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ വിവരം സൗജന്യമായിട്ട് കിട്ടുകയുള്ളൂ, ഫ്രീ ആയിട്ട്. എന്നാൽ ഈ കൊടുക്കുന്ന വിവരം അപൂർണമാണെങ്കിലോ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ ആ മേൽ അധികാരികൾ കൊടുക്കുന്ന വിവരം അപൂർണമാണ്, അത് ശരിയല്ലെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആ വിവരങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? അതും സൗജന്യമായിട്ട് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്ന പിഴ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ നമ്മൾ പഠിക്കുന്നത് ഏതാണ്? സെക്ഷൻ 24 കേട്ടോ. സെക്ഷൻ 24 എന്ന് വെച്ചാൽ എന്താണ് പറയുന്നത് അറിയാവൂ? കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ, കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതായത് വിവരാവകാശ നിയമത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ ഏതെല്ലാമെന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, നമ്മുടെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, നമ്മുടെ രാജ്യത്തെ പരമപ്രധാനമായിട്ടുള്ള രഹസ്യ വിഭാഗങ്ങളെല്ലാം തന്നെ ഇതിൽ നിന്നും എന്താണ് പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ആർമിയുമായി ബന്ധപ്പെട്ട് കൊടുക്കുകയല്ല വിവരം,
അല്ലേ? നേവിയുമായി ബന്ധപ്പെട്ടുണ്ട്, കൊടുക്കുകയില്ല. പാരാമിലിറ്ററി ഫോഴ്സസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുക്കുകയില്ല. നമ്മുടെ ഡ്രഗ് കൺട്രോൾ ബ്യൂറോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുക്കുകയില്ല. നമ്മുടെ ഇൻ്റലിജൻസ് ബ്യൂറോയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അതും അങ്ങനെ കൊടുക്കാൻ പാടില്ല, അല്ലേ? വളരെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ നമ്മുടെ കുറേ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇതിൻ്റെ പരിധിയിൽ വന്നിട്ടുണ്ട്. ഇനിയാണ് ഏറ്റവും അവസാനം നമ്മൾ നോക്കാൻ പോകുന്ന അതിന് മുമ്പത്തെ കാര്യം 25-ാമത്തെ. എന്താണ് 25-ാമത്തെ? 25 എന്ന് പറയുന്നത് വാർഷിക റിപ്പോർട്ടാണ്, അല്ലേ? വാർഷിക റിപ്പോർട്ടാണ് 25-ാമത്തേത്. അതായത് ഈ കേന്ദ്ര വിവരാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷനും അവരുടെ ഓരോ വർഷത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും കൃത്യമായിട്ടൊരു റിപ്പോർട്ട് തയ്യാറാക്കി എന്തു ചെയ്യണം? കൊടുക്കണം. ആർക്ക് കൊടുക്കണം? സർക്കാരിന് കൊടുക്കണം. കേന്ദ്ര വിവരാവകാശ കമ്മീഷനാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് കൊടുക്കണം. സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണെങ്കിലും സംസ്ഥാന സർക്കാരിന് കൊടുക്കണം. അങ്ങനെ കൃത്യമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കി കൊടുക്കണമെന്ന് പറയുന്നതാണ് ഏത്? സെക്ഷൻ 25 എന്ന് പറയുന്നത്, അല്ലേ? ഇനി നമ്മുടെ അവസാനത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 27-ാമത്തെ വകുപ്പാണ്, അല്ലേ? 27-ാമത്തെ വകുപ്പ് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞതാണ്. എന്താണ് അതിൽ പറയുന്നത്? ഓർക്കുന്നുണ്ടോ? 27-ാമത്തെ വകുപ്പ് അതായത് വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊരു കാര്യത്തിലും മാറ്റം വരുത്തുവാനായിട്ട് പാർലമെൻറ്റിന് സാധിക്കുന്നതാണെങ്കിലും അത്തരത്തിലുള്ള നിയമങ്ങൾ പാർലമെൻറ്റ് പ്രത്യേകമായിട്ട് ചട്ടങ്ങൾ വഴി പാർലമെൻറ്റിൽ പാസ്സാക്കി എടുക്കേണ്ടതാണ് എന്നും പറയുന്ന കാര്യങ്ങളാണ് ഇവിടെയുള്ളത്, ഈ പറയുന്ന 27 എന്ന് പറയുന്ന കാര്യങ്ങളിലുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കാമ്പായിട്ടുള്ളതും ഏറ്റവും കോറായിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ വക കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ വിവരാവകാശ നിയമത്തിനെ ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളിൽ പെടുത്തിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 19 സബ് ക്ലോസ് എ പ്രകാരം ഇതിൽ പെടുത്തിയിട്ടുള്ളതാണ്. നമ്മുടെ വിവരാവകാശത്തെ ഭരണഘടനയിൽ പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ചോദ്യം വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷനായി പോകുന്ന ഏരിയകൾ തിരിച്ചറിഞ്ഞിട്ട് അത്തരത്തിലുള്ള ആ ഒരു ക്ലാസ്സുകളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് തൃപ്തികരമെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാര്യം നിങ്ങളുടെ കമൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിനി വരുന്ന ദിവസങ്ങളിൽ ഇതുപോലുള്ള ക്ലാസ്സുകൾ ചെയ്യണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ക്ലാസ് കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്തില്ലെങ്കിലും നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.